പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ. ഇന്നത്തെ പ്രോഗ്രാം നടത്താനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ബികോം സെക്കൻഡ് ഇയർ ബാച്ചിനാണ്. അതിന് അവസരം ഒരുക്കി തന്ന LTS ഡയറക്ടേഴ്സ് ബഹുമാന്യനായ ഇർഫാസ് സർ, ഷെറിൻ സർ, അബ്ദു സർ എന്നിവരെ സൺഡേ സ്പെഷ്യലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോട് കുറച്ച് സമയം സംവദിക്കാനെത്തിയ ലൈഫ് മോട്ടിവേറ്റർ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ബഹുമാനപ്പെട്ട ഫായിസ് ലക്കി സർ, അദ്ദേഹത്തെയും നമ്മുടെ സൺഡേ സ്പെഷ്യലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ബികോം സെക്കൻഡ് ഇയർ ബാച്ചിന്റെ കോർഡിനേറ്ററായ റസീന മാം, മറ്റു കോർഡിനേറ്റേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ഇന്നത്തെ സൺഡേ സ്പെഷ്യലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാറിന് ജോയിൻ ചെയ്യാം കേട്ടോ. സാറ് ഓൺലൈനില്ലേ? ഫൈസർ സ്റ്റാർട്ട് ചെയ്യാട്ടോ സാറേ. സാറെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വീഡിയോയിൽ ആരുമില്ലേ? മറ്റൊന്നിടത്ത് വീഡിയോയിൽ വരാമോ? ഓഡിയബിൾ ആണോ? Okay, okay. Thank you so much for inviting me for this good opportunity. എൻ്റെ പേര് ഫായിസ് ലക്കി, കോഴിക്കോടാണ് സ്ഥലം. എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, കൂടുതൽ പേർക്ക് അറിയുമെന്ന് അറിയില്ല. മിസ്റ്റർ അനസ് ആണ് എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്, അനസ് ടീം. ഞാനൊരു ലൈഫ് ഡിസൈനർ ആണ്, ബിസിനസ് ആൻഡ് ലൈഫ് ഡിസൈനർ ആണ്. അപ്പം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ ലൈഫ് ഡിസൈനിങ്, എന്താണ് ഈ ബിസിനസ് ലൈഫ് ഡിസൈനിങ് എന്ന് പറയുന്നത് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആദ്യം തരാം. അപ്പൊ നമ്മള് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു വീട് വെക്കുകയാണ്. ഒരു വീട് വെക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കൃത്യമായിട്ടൊരു പ്ലോട്ട് വേണം അല്ലെ, ഒരു പ്ലോട്ട് വേണം. ഈ ഒരു പ്ലോട്ടിൽ നമുക്ക് വണ്ടി പോവോ, അതിലെ വെള്ളം ലഭിക്കുന്നതാണോ, നല്ല പ്ലോട്ടാണോ എന്നൊക്കെ നോക്കും. പേപ്പേഴ്സ് ഒക്കെ റെഡി ആണോ നോക്കി നമ്മൾ ആ പ്ലോട്ട് എടുത്ത് ആ പ്ലോട്ടിലേക്ക് പറ്റിയ നല്ലൊരു പ്ലാൻ സെറ്റ് ചെയ്ത് കുറ്റിയടിച്ച് തറയിട്ട് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിങ് ആയിക്കൊണ്ട് നമ്മൾ ആ ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അതേ കളറുള്ള, അതേ പെയിന്റ് ഉള്ള, അതേ സ്ട്രക്ചറുള്ള ഒരു വീടായിട്ട് മാറുന്നത്. നമ്മുടെ സ്വപ്നത്തിലെ ആ ഒരു വീട് ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നല്ലൊരു വീടായിട്ട് മാറുന്നത്. വീടാവാം, ഒരു ബിൽഡിംഗ് ആവാം, എന്താവാം, നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു സംഭവമാക്കി മാറ്റുന്നത്. അപ്പൊ എന്നതുപോലെ നമ്മുടെ ലൈഫിനായാലും നമ്മുടെ ബിസിനസ്സിനായാലും നമ്മുടെ ജോലിക്കായാലും ഒക്കെ തന്നെ നമുക്ക് കൃത്യമായ നല്ലൊരു പ്ലാനിങ്ങോട് കൂടി നല്ല കൃത്യമായ ഒരു ഡിസൈൻ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഒരു ഹൗസ് വൈഫ് ആയാൽ പോലും അവർക്ക് ആ ഹൗസ് വൈഫ് എങ്ങനെ ഞാൻ അത് കൃത്യമായി മാനേജ് ചെയ്യണമെന്ന് അറിയേണ്ടതുണ്ട് നല്ല രീതിയിൽ. അപ്പം ഒരു ജോലി ചെയ്യുന്ന ഒരാളാവാം, ഒരു പഠിക്കുന്ന സ്റ്റുഡന്റ് ആവാം, ഒരു വർക്കിംഗ് പ്രൊഫഷണലാവാം, ബിസിനസ്സുകാരനാവാം, സീനിയർ സിറ്റിസൺ ആയാൽ പോലും അയാളുടെ ഏതൊരു ലൈഫാണ് ഒരാൾ നയിക്കുന്നത് അത് ഏറ്റവും ഭംഗിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്തു കൊടുക്കുക എന്നുള്ള സംഭവം നമ്മൾ ചെയ്യുന്നത്. അപ്പം അതിന് കൗൺസിലിംഗ് വേണ്ടി വരും, ചിലർക്ക് കൺസൾട്ടേഷൻ മതിയാവും, ചിലർക്ക് നല്ല മെന്റർഷിപ്പ് വേണ്ടി വരും. അത് ഓരോ രീതിയിലാണ് ഇത് പോകുന്നത്. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇന്നിവിടെ ക്ലാസ് എടുക്കുക എന്നുള്ളത് ഒരു 10 ദിവസം മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്തൊരു സംഭവമായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായി എനിക്ക് നല്ല ഫീവർ വന്നു, നല്ല രീതിയിൽ ഫീവർ വന്നു. കിടപ്പിലാണ്, ഇപ്പോഴും റിലീസ് ആയിട്ടില്ല. ഞാൻ ഇന്ന് അനസ് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞതാണ്, ഓക്കെ നമ്മൾ ചെയ്യാം എന്നുള്ള കണ്ടീഷൻ പറയാം. നമ്മൾ ഓൾറെഡി കമ്മിറ്റഡ് ആയതാണല്ലോ. അതിന്റെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും, ഓവർ സ്ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ ഇങ്ങനെ പോവാം. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ ആവാം. നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുമ്പം എനിക്ക് സംസാരിക്കാൻ, ഞാൻ ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളും കൂടെ അതിൽ ഇൻവോൾവ് ആയിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. ഓക്കെ ആണോ? ഓക്കെ. കഴിയുന്ന ആളുകളൊക്കെ വീഡിയോയിൽ വന്നാൽ ഞാനിങ്ങനെ കണ്ട് സംസാരിക്കുന്ന പോലെ നമ്മൾ നേരിട്ട് സംസാരിക്കുന്ന ഒരു ഫീല് കിട്ടും.
പറ്റുന്നവർക്കൊന്ന് വീഡിയോയിൽ വരാം. വരാവോ? ഓക്കെ കുറെ പേര് വന്നിട്ടുണ്ട്. റംലത്ത്, അബിൻ കൃഷ്ണ, താഹിർ, ആദി, അലൻ അഗസ്റ്റിൻ, കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് വീഡിയോയില്. ഫൈസ, റോസിമോൾ, ഷാബിറ, എല്ലാവർക്കും സുഖല്ലേ? ആ സാർ സുഖം. ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലേ? കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണോ പഠിച്ചു കഴിഞ്ഞവരാണോ ഒന്നും എനിക്ക് അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് സാർ അവിടുത്തെ സ്റ്റുഡൻസ് ആണ്. ഏതൊക്കെ കോഴ്സാണ് പഠിക്കുന്നത് പറയാമോ? എല്ലാം ഉണ്ട്. 10th മുതലുള്ള എല്ലാം ഉണ്ട് ഇതില്, എല്ലാവരും ഉണ്ട് ഇതില്. ഓക്കെ അപ്പൊ വലിയൊരു കമ്മ്യൂണിറ്റിയാണ് അല്ലേ? അതെ. ഓക്കെ ശരി. ഇപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ഒരു സ്റ്റുഡന്റ് ആവട്ടെ, ഒരു വർക്കിംഗ് പ്രൊഫഷണലാവട്ടെ, ഒരു ബിസിനസ്സുകാരനാവട്ടെ, ഒരു ഹൗസ് വൈഫ് ആവട്ടെ, ആരും ആവട്ടെ, എല്ലാവർക്കും വേണ്ട ഒരു സംഭവമാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ലെ? നമ്മളെ ഒരു മൈൻഡ് സെറ്റ് ഗ്രോത്ത് ആയെങ്കിൽ തന്നെ ഉള്ളൂ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് കാര്യത്തിലും ഏത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നമുക്കതിന് വിജയം നേടാൻ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യർക്ക് പൊതുവേ ഉള്ള 2 മൈൻഡ് സെറ്റ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന് ഫിക്സ്ഡ് മൈൻഡ് സെറ്റും ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റും. ഈ 2 തരത്തിലാണ് പൊതുവെ ആളുകൾ കാണാറുള്ളത്. എങ്കിലും ഇത് മിക്സ് ആയിക്കൊണ്ടും ഇതിലൊന്നിൽ അടിയുറച്ച് നിന്ന് പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഒരിക്കലും മാറാത്തതും മാറ്റാൻ തയ്യാറല്ലാത്തയും ഉള്ളൊരു മൈൻഡ് സെറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതെല്ലാം നിരന്തരം മാറ്റങ്ങളും വളർച്ചയൊക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ് നമ്മൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആളുകൾ എന്ന് പറയും. അപ്പോൾ എന്താണ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും പറയാൻ പറ്റും? എന്താണ് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ? ഓൾറെഡി നമ്മൾ മൈൻഡിൽ സെറ്റ് ആക്കി വെച്ചതാണോ? അതെ, ഓൾമോസ്റ്റ് അത് തന്നെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏത് തലത്തിലാണ് നമ്മൾ കാണുന്ന നമ്മുടെ മൈൻഡ് സെറ്റിനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പം കാലങ്ങളായിട്ട് നമ്മളെ മനസ്സിനിങ്ങനെ രൂപപ്പെടുത്തി വെച്ചൊരു സംഭവം ഉണ്ടാവും. അത് ചിലപ്പം ചില ആളുകളെ കുറിച്ചിട്ടാവാം, ചില സംഭവങ്ങളെ കുറിച്ചിട്ടാവാം, ചില സ്ഥലങ്ങളെ കുറിച്ചിട്ടാവാം, എന്തിനായാലും ചില അനുഭവങ്ങൾ വെച്ചിട്ടുണ്ടാവാം. നമ്മൾ ആ ഒരു കണ്ണിലൂടെ ആയിരിക്കും ആ ഒരു കാര്യത്തെ നോക്കി കാണുക. അപ്പൊ അങ്ങനെ നോക്കി കാണുമ്പോൾ നമ്മൾ എന്താണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതാണ് നമുക്ക് ആ ചുറ്റുള്ളത് കാണാൻ പറ്റുക. സോറി, ഇടക്കിടക്ക് ചുമ വരെ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണും. അപ്പൊ ഇതിനാണ് ശരിക്കും ഒരു മൈൻഡ് സെറ്റ്, നമ്മൾ സെറ്റ് ആക്കി വെച്ചൊരു മൈൻഡ്. നമ്മളെ എക്സ്പീരിയൻസ് എന്നോ നമ്മൾ ചുറ്റും കണ്ടതെന്നോ നമ്മൾ അനുഭവിച്ചതെന്നോ നമ്മൾ മനസ്സിലാക്കിയതെന്നോ ഒക്കെ കരുതി നമ്മൾ വെച്ചിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്. ഇതാണ് ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പം ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ ഫിക്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്നാണ്. അതായത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ ഫിക്സ് ആയി പോയിട്ടുള്ള ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടില്ല എന്നും, എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രമാണ് ഈ ലോകത്തിൽ വിജയിച്ചത് എന്നും, നമ്മൾ ഈ ലോകത്ത് ഏത് മേഖലയിൽ ഏത് ചെറിയ കാര്യത്തിലാവട്ടെ വലിയ കാര്യത്തിലാവട്ടെ വിജയിച്ച ആളുകളെ നോക്കിക്കണ്ടാൽ മനസ്സിലാവും. അതിപ്പോ നമ്മളൊരു ലൈഫിലായാലും നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫാമിലി ആയിട്ട് പോകുന്ന ആ ലൈഫിൽ പോലും നമുക്ക് ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ വിജയിച്ചിരിക്കും. അതല്ല ഫിക്സഡ് മൈൻഡ് സെറ്റ് ആവുന്നിടത്താണ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നതും ഇതൊക്കെ ഉണ്ടാവുന്നതും. അപ്പം ഞാനിപ്പോ കുറച്ച് പോയിന്റ്സ് പറയും. ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മളിപ്പം ഫിക്സഡ് മൈൻഡ് സെറ്റിലാണോ ഉള്ളത്, ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണോ ഉള്ളത് എന്ന്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും നിങ്ങൾ ഏതിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പം നിങ്ങളിപ്പോ ഉള്ളത് ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണെങ്കിൽ രക്ഷപ്പെട്ടു അല്ലെ? എല്ലാവരും രക്ഷപ്പെട്ടു. ഫിക്സഡ് മൈൻഡ് സെറ്റ് ആക്കൽ പെട്ടു അല്ലെ? ഗ്രോത്ത് പറഞ്ഞ നമ്മൾ ഇപ്പോഴും അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? നമ്മളെ മൈൻഡ് എങ്ങനെ മനസ്സിലായില്ല? സാർ പറഞ്ഞോളൂ. ഗ്രോത്ത് മൈൻഡ് സെറ്റ് അതെന്താന്ന് പറഞ്ഞിട്ട് വരാം, ഓരോ പോയിന്റ് പറഞ്ഞിട്ട് വരാം. അപ്പൊ ഉള്ള ഡൗട്ടുകൾ അപ്പൊ ചോദിച്ചാൽ മതി, കുഴപ്പമില്ല. അപ്പൊ നിങ്ങളിപ്പോ ഉള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ രക്ഷപ്പെട്ടു. ഫിക്സഡ് മൈൻഡ് സെറ്റിലാണ് പെട്ടു എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മാറാൻ തയ്യാറുള്ള ഒരു മനസ്സുണ്ട് എങ്കിൽ ഒറ്റ തീരുമാനം എടുത്താൽ മതി ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായി മാറും എന്നുള്ളത്. ഒറ്റ തീരുമാനം എടുത്താൽ മതി. ഇപ്പൊ നിരന്തരമായ പ്രാക്ടീസിലൂടെ നിരന്തരമായ ശ്രമങ്ങളിലൂടെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അത്. അപ്പൊ പേടിക്കൊന്നും വേണ്ട. അപ്പൊ മാറണമെന്ന് നിങ്ങൾക്കുള്ളിൽ അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ
മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിരന്തരമായി ശ്രമിക്കാൻ തയ്യാറാണ് എങ്കിൽ, അത് നടക്കുന്നു ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് ഏതൊരു മനുഷ്യനും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളായിട്ട് മാറാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ വളർച്ചക്കും തളർച്ചക്കും, നിങ്ങളെന്ന് വെച്ചാൽ എന്നെ അടക്കം, നമ്മുടെ വളർച്ചക്കും തളർച്ചക്കും കാരണക്കാര് നമ്മൾ തന്നെയാണ് അല്ലെ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അത്? നമ്മൾ പല കാരണം പറയും, അയാൾ ആ കാരണം കൊണ്ടാണ് എനിക്കിത് സംഭവിച്ചിട്ടുള്ളത്, ഇന്ന കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും യാഥാർത്ഥ്യം അതാണോ? അല്ല, നമ്മൾ തന്നെയാണ്. നമ്മളാണ് അതിൽ മെയിൻ കാരണം. മറ്റുള്ളവർ അതിന് കാരണമായിട്ടുണ്ടാവാം അല്ലെ, ശരിയാണ്. പക്ഷെ നമ്മൾ അതിന് മെയിൻ കാരണം. ഏത് പ്രശ്നം നമ്മൾ എടുത്തു നോക്കിയാലും നമ്മൾ തന്നെയാണ് അതിന്റെ പ്രധാന കാരണക്കാർ. അപ്പൊ നമ്മുടെ വളർച്ചക്കും തളർച്ചക്കും ഒക്കെ കാരണക്കാര് നമ്മളാണ്. ഇപ്പൊ സോറി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളെ വളർച്ചക്കും തളർച്ചക്കും കാരണം നമ്മൾ തന്നെയാണ് മനസ്സിലാക്കുക. കഴിയുന്നതും പോയിന്റ്സ് വേണ്ടവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ പോയിന്റ്സിൽ ഞാൻ എവിടെങ്കിലും ഉണ്ടോ, ഞാൻ എവിടെങ്കിലും തിരുത്തേണ്ടതുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് മെയിൻലി നമ്മുടെ ലൈഫ്, ഒരാളുടെ ലൈഫിൽ മെയിൻലി വേണ്ട ഒരു സംഭവമാണ് ഇപ്പൊ ഹെൽത്ത്. പിന്നെ ഒന്ന് വേണ്ടതാണ് വെൽത്ത്. പിന്നെ ഒന്ന് വേണ്ടതാണ് റിലേഷൻഷിപ്പ്. പിന്നെ നമുക്ക് സ്പിരിച്വൽ ആയിട്ടുള്ളത് വേണം, നമുക്ക് കരിയർ ആയിട്ടുള്ളതൊക്കെ വേണം. ഈ 5 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, അതുപോലെ കരിയർ, സ്പിരിച്വൽ. ഈ 5 കാര്യങ്ങളിലാണ് നമുക്ക് ഒരാൾ മനുഷ്യന് ഗ്രോത്ത് ഉണ്ടാവേണ്ടത്. ഇത് ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഏതൊരാളും വിജയിക്കില്ല, ഏത് മേഖലയിലായാലും വിജയിക്കും. ഇപ്പൊ വിജയിക്കുക എന്ന് പറയുമ്പോൾ കുറെ പണം ഉണ്ടാക്കുക എന്ന് മാത്രം ധരിച്ചു വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കുറെ പണം ഉള്ളതുകൊണ്ട് മാത്രം ഒരാൾ വിജയിച്ചോണമെന്നില്ല അല്ലെ? അതൊരു ടൈപ്പ് ഓഫ് വിജയം. ആ മേഖലയിൽ അയാൾ വിജയിച്ചു എന്ന് പറയാം. പക്ഷെ അവനവനെ വിജയിക്കുമ്പോഴേ നമ്മൾ യഥാർത്ഥ വിജയമായി മാറുന്നുള്ളൂ അല്ലെ? നമുക്ക് നമ്മളെ വിൻ ചെയ്യാൻ പറ്റണം. നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും ഒരു ചാലഞ്ചിങ് ഏരിയ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളിപ്പം എത്ര പേരാണ് ഇതിലുള്ളത്? ടോട്ടൽ 88 മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ എന്നെ ഒഴിവാക്കിയാൽ 87 മെമ്പേഴ്സ്. ഈ 87 മെമ്പേഴ്സും ഡിഫറെന്റ് ക്യാരക്ടറും ഡിഫറെന്റ് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകളായിരിക്കും അല്ലെ? അപ്പൊ നമ്മുടെ ക്യാരക്ടർ ഡിഫറെന്റ് ആണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളും അതുപോലെ ഡിഫറെന്റ് ആയിരിക്കും. ഓരോ ആളുകളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഡിഫറെന്റ് ആയിരിക്കും. ഈ ഒരു പ്രശ്നത്തെ, നമ്മുടെ മുമ്പിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ നമ്മൾ വിൻ ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിന്നർ ആവുന്നത് അല്ലേ? നമ്മൾ ബാക്കിയൊക്കെ വേണം, ഈ പറഞ്ഞ 5 മേഖലയിൽ നമ്മൾ വിജയിക്കണം. പക്ഷെ നമുക്ക് നമ്മളെ വിജയിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കുള്ള വിജയി മാറുന്നു. നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടിട്ട് കുറെ പണം ഉണ്ടായതുകൊണ്ട്, കുറെ പദവി ഉണ്ടായതുകൊണ്ട്, കുറെ പ്രശസ്തനായതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ നേടുമ്പോഴാണ് നമ്മൾ സക്സസ് ആയിട്ട് മാറും. അപ്പൊ ഞാൻ കുറച്ച് പോയിന്റ്സ് പറയാം. ആ പോയിന്റ്സ് വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക, നിങ്ങളിപ്പോ നേരിടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് പോയിന്റിൽ പോവാം. ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ചിന്തിക്കുന്ന കാര്യം എന്തായിരിക്കും വെച്ചാല്, അവർ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇന്റലിജൻസ് ആൻഡ് ടാലൻസ് ആർ സ്റ്റാറ്റിക്സ് ആണ്. ഓക്കെ, മനസ്സിലായോ? അതായത് അവരുടെ ബുദ്ധിയെയും കഴിവിനൊക്കെ സ്റ്റാറ്റിക് ആയാണ് അവർ കാണുന്നത്. അതായത് അവരുടെ വളർച്ച ഒക്കെ കഴിഞ്ഞു, ഇനി വളരാനൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഏകദേശം പറയണപ്പാ ഞാൻ എല്ലാം തികഞ്ഞവനാണെന്ന് നമുക്ക് ചിന്തിക്കില്ലേ? ഞാൻ എല്ലാം തികഞ്ഞ ഒരാളാന്നൊക്കെ ചിന്തിക്കില്ല നമ്മളെ? എന്നെ ആരും പറഞ്ഞു തരണ്ട, എനിക്ക് എല്ലാം അറിയാം, ഞാനെല്ലാം തികഞ്ഞാണ്, ഇനി മാറാനൊന്നും കഴിയില്ല, അപ്പൊ ഇതെല്ലാം നേരത്തെ നിശ്ചയിക്കപ്പെട്ടൊരു കാര്യമാണ് അല്ലെ? എങ്ങനെ കുറെ തോട്ടുകൾ നമ്മളുടെ ഉള്ളിൽ, ഇങ്ങനെ തോട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് മൈൻഡ് സെറ്റിലാണ് ഉള്ളത് അല്ലെ? ഒക്കെ എന്ത് സംഭവിച്ചാലും പറയും അതൊക്കെ എനിക്ക് ജീവിതത്തിൽ പറഞ്ഞായിരുന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവും അല്ലെ? ഇതൊക്കെ എന്റെ ജീവിതത്തിൽ പറഞ്ഞായിരുന്നു, ഇതൊക്കെ അങ്ങനെയാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വിട്ടുകൊടുക്കുന്ന ഒരു സംഭവം. ഇതൊരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ പക്ഷെ അതൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആള് ചിന്തിക്കുക എന്താ അറിയോ? ഇന്റലിജൻസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് എന്നാണ്. എടുക്കാൻ പറ്റും, നമ്മുടെ കഴിവുകളെയും ബുദ്ധികളെയും ഒക്കെ നമ്മൾ ശ്രമിച്ചാൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്നുള്ളതാണ്.
നിരന്തരം നിരന്തരം പരിശീലിപ്പിച്ചാല് ബുദ്ധിയെയും കഴിവിനെയും ശക്തിയൊക്കെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റില്ലേ? പറ്റും. പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാള് നോർമൽ ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് ഒരു 5 കിലോ പൊക്കാൻ പറ്റുന്നുള്ളൂ. ഈ 5 കിലോ പൊക്കാനൊക്കെ ഇപ്പൊ പറ്റുന്നുള്ളൂ. പക്ഷെ അയാൾ ജിമ്മിൽ പോവാണ്. ജിമ്മിൽ പോയിട്ട് നിരന്തരം പ്രാക്ടീസ് ചെയ്ത് അയാൾ 5 കിലോ 7 കിലോ ആക്കി 10 കിലോ ആക്കി 15 കിലോ 100 കിലോ ഒക്കെ പൊക്കും നമ്മൾ കാണുന്നില്ലേ? അപ്പൊ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവം. അതേപോലെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഇൻബോൺ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അത് ജന്മന ഇൻബോൺ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ അയാൾ ശ്രമം കൊണ്ട് ശ്രമിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. ഇപ്പൊ മെസ്സി എന്ന് പറയുമ്പോൾ ഫുട്ബോളർ എന്ന് പറയുമ്പോൾ ഇൻബോൺ ആണ്. പക്ഷെ റൊണാൾഡോ എന്ന് പറയുമ്പോൾ കഠിനമായ ശ്രമത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. അപ്പൊ ഏതൊരു കാര്യം നമ്മൾ സാധാരണ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ തന്നെ നോക്കിയാൽ മതി. ഇപ്പൊ ഒരു കുറച്ച് പാട്ട് പാടാൻ അറിയുന്ന ആള്, പക്ഷെ കൂടുതൽ പാട്ട് പഠിക്കാൻ പോകുന്നു, കൂടുതൽ ശ്രമിച്ച് കയറി വരുന്നു. ഇപ്പൊ മുമ്പ് തന്നെ നമുക്ക് ആർക്കെങ്കിലും ഇതിലിരിക്കുന്ന എല്ലാവർക്കും സൂം യൂസ് ചെയ്യാൻ അറിയില്ല. മൊബൈൽ അല്ലെ, കൊറോണ വന്നു, അതുമായിട്ട് മൊബൈലായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയി, ആളുകളെല്ലാം യൂസ് ചെയ്യാൻ, സാധാരണക്കാർ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയി. അപ്പൊ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നാല് നമുക്കത് ചെയ്യാൻ പറ്റും. അതിപ്പോ എന്ത് കാര്യമായാലും, ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ക്യാരക്ടറിലുള്ളതായാലും നമ്മുടെ ഒരു ശീലമുള്ളതായാലും ഒക്കെ തന്നെ മാറ്റാനും പുതിയത് ആഡ് ചെയ്യാനും പഴയത് ഒഴിവാക്കാനും ഒക്കെ നമുക്ക് പറ്റും, നിരന്തരമായി ശ്രമിച്ചാലും നിരന്തരമായും പരിശീലിച്ചാലും. അപ്പൊ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ചിന്തിക്കുക, ഓക്കെ ഇതൊക്കെ കഴിഞ്ഞു, ഇനി ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഞാൻ എങ്ങനെയാണെന്നാണ്. പക്ഷെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഞാൻ ശ്രമിച്ചാൽ എനിക്കിനി വളരാൻ പറ്റും എന്നാണ് ചിന്തിക്കാം. അപ്പൊ ഫസ്റ്റ് പോയിന്റ് അതാണ്. അപ്പൊ നിങ്ങൾ ഏതിൽ വരുന്നു എന്ന് നോക്കാം. അത് ഞാൻ പറഞ്ഞ പോയിന്റ്സ് അല്ല, നിങ്ങൾ നിങ്ങളുടെ പോയിന്റ്സ് ആയിട്ടാണ് ടച്ച് ചെയ്ത് നോക്കേണ്ടത് കേട്ടോ. നിങ്ങളിപ്പം ഇതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതുമായിട്ടാണ് ടച്ച് ചെയ്ത് നോക്കേണ്ടത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് ഫിക്സ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അവോയ്ഡ് ചാലഞ്ചസ് ടു അവോയ്ഡ് ഫെയിലർ. അല്ലെ, ചാലഞ്ചസ് ഒന്നും ഏറ്റെടുത്തില്ല ഇവിടെ നമ്മൾ തോൽക്കുവോ? ഇല്ലല്ലേ. പരീക്ഷ എഴുതാതെ പരീക്ഷയ്ക്ക് തോൽക്കുവോ? ഇല്ല. എഴുതിയാലല്ലേ തോൽക്കുള്ളൂ. ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പ്രസംഗിച്ചാലല്ലേ ആളുകൾ കളിയാക്കുള്ളൂ തെറ്റിപ്പോയാല്. പ്രസംഗിക്കാതിരുന്ന കാര്യം അല്ലെ, ഏതൊരു കാര്യമല്ല. നമ്മളൊരു കാര്യം ചെയ്യാതിരുന്നാൽ ഓക്കെ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇങ്ങനെയായിരിക്കും അവരെ ചിന്തിക്കുക. ഇപ്പൊ പരാജയങ്ങളെ പേടിച്ചിട്ട് നമുക്ക് മുന്നിൽ വരുന്ന അവസരങ്ങൾ ഒഴിവാക്കും, വെല്ലുവിളികൾ ഒഴിവാക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പോകുന്ന ഒരാളായിരിക്കും ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആള്. ഇടക്കിടക്ക് ചുമക്കുന്നുണ്ട് കേട്ടോ, സോറി. ഓക്കെ, ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആൾ. അപ്പൊ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ അവർ നേരിടൂല. അവരെ മുമ്പിൽ വരുന്ന പ്രശ്നത്തെ അവർ വേറെ എന്തെങ്കിലും വഴി വിടും, അല്ലെങ്കിൽ അതിലേക്ക് അടുക്കാതിരിക്കും. ആ പ്രശ്നത്തിൽ ഇടപെട്ട് പരാജയം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് അവർ മാറിക്കും. അല്ലെ, ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. ബിസിനസ് തുടങ്ങി ഫ്ലോപ്പ് ആയാലോ, അല്ലെ ഇപ്പൊ ചെയ്യുന്ന ഒരു ജോലി വിട്ട് ബിസിനസ്സിന് പോവുകയാണെങ്കിൽ ജോലി കൂടി പോയാലോ എന്ന് ചിന്തിച്ച് ആ ഒരു തോട്ടിലായിരിക്കും ഇവര് നിൽക്കുന്നുണ്ടാവുക എപ്പോഴും. അപ്പൊ പരാജയങ്ങളെ ഭയന്നുകൊണ്ട് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാവാതെ പിന്നോട്ട് പോകുന്ന ടൈപ്പ് ആയിരിക്കും. പക്ഷെ അതേസമയം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ എങ്ങനെയായിരിക്കും? വില്ലിംഗ്ലി എംബ്രേസ് ചാലഞ്ചസ്. അവർക്ക് വെല്ലുവിളികൾ എപ്പോഴും ഇഷ്ടമാണ്. എന്ത് തരം വെല്ലുവിളികളും ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ്. മുന്നിൽ വരുന്ന എല്ലാ ചാലഞ്ചസും ഏറ്റെടുക്കും. കാരണം അത് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഏത് ചെറുതോ വലുതോ ആവട്ടെ. നമ്മളിപ്പോ ചിലപ്പോൾ തമാശ ഇപ്പം കുട്ടികളൂടെ കളിക്കുന്ന സമയത്തായാൽ പോലും ചാലഞ്ച് ഏറ്റെടുക്കാൻ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ ഉപകാരപ്പെടുന്ന ഒരു സംഭവം. അപ്പം എല്ലാ ചാലഞ്ചസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഒരു ടൈപ്പ് ആവും അവരാളുകൾ. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാൻ ഇപ്പം ഒരു 5 അടി 5.5 അടി ഹൈറ്റുള്ള ഒരാളാണ് വിചാരിക്കുക. അയാളോട് നമ്മൾ പറയാണ് ഒരു 6 അടിയിലുള്ള സാധനം എടുക്കണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ചാടി തൊടണം എന്ന് പറയുന്നത്. അങ്ങനെ തൊടണം എന്ന് പറയുമ്പോൾ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാ, അതൊന്നും എനിക്ക് കഴിയില്ല, എനിക്ക് ഇത്ര ഹൈറ്റ് ഉള്ളൂ, എനിക്ക് അത്ര നീളമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണെങ്കിൽ അത് ചാടി എടുക്കാൻ നോക്കും, അതായത് സ്റ്റൂൾ ഇട്ട് എടുക്കും. അവരെങ്ങനെങ്കിലും അത് എടുക്കാൻ ശ്രമിക്കും. അപ്പൊ 5 അടിയിൽ ഒരാൾ 6 അടി പറഞ്ഞാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെങ്കിൽ 6.5 അടി വന്നാലും 7 അടി വന്നാലും ഒക്കെ ഞാനത് ചെയ്യും എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരും. അതായത് അവരുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികൾ, ചാലഞ്ചുകളെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ആളുകളായിരിക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ട്. അപ്പൊ ഒരു ബിസിനസ്സിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ബിസിനസ്സിലെ പ്രോബ്ലം വന്നു, അല്ലെ പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, ഇങ്ങനെ സിറ്റുവേഷൻ ഒക്കെ വല്ല ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്തും ഇവരതൊരു ചാലഞ്ച് ആയിട്ട് എടുത്ത് ഞാൻ എങ്ങനെ മറികടക്കും. എല്ലാത്തിനും ഒരു വഴി ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു സൊല്യൂഷൻസ് ഉണ്ട് എല്ലാ പ്രോബ്ലംസിനും.
അപ്പൊ ഈ പ്രോബ്ലംസും ഈ കാര്യങ്ങളൊക്കെ ഒരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്തിട്ട് അവർ മുന്നോട്ട് പോകുന്ന ടൈപ്പ് ആവും ഗ്രോത്ത് മൈൻഡ് സെറ്റ്. അപ്പം ഫിക്സ് മൈൻഡ് സെറ്റ് ഉള്ളവർ അവിടെ നിൽക്കും, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ അത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കൊണ്ട് മുന്നോട്ട് വരും. അടുത്ത മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ്. മൂന്നാമത്തെ ടൈപ്പിൽ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെങ്കിൽ നമ്മളിപ്പോ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ വിചാരിച്ചോളൂ. ഫീഡ്ബാക്സിനൊക്കെ ഒരു പേഴ്സണൽ ക്രിറ്റിസിസം ആയിട്ടായിരിക്കും ഇവരെടുക്കുന്നുണ്ടാവുക. ആര്? ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. ഇപ്പോ എന്താ പറയാ, ഏതെങ്കിലും ഓക്കെ ഒരു പാട്ട് പാടുന്ന ഒരാളെന്ന് വിചാരിക്കാം. അയാളൊരു പാട്ട് പാടിയ സമയത്ത് ഒരാൾ വന്നിട്ട് നല്ല രീതിയിൽ അയാളുടെ അടുത്ത് പറയാണ്, ഓക്കെ പാട്ടൊക്കെ നന്നായി, പക്ഷെ നിങ്ങൾ ഒന്നുകൂടെ ശ്രുതി ശ്രദ്ധിച്ചിരുന്ന നന്നായിരുന്നു, അല്ലെ കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നൊക്കെ പറയാൻ വിചാരിച്ചു. ഇങ്ങനെ പറയുന്ന സമയത്ത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ പറയാ, ഓ ഞാൻ നന്നായി പാടിയിട്ടുണ്ടല്ലോ, എന്നാ ഇതിനേക്കാളൊന്നും ഉഷാറായി പാടട്ടെ, ഞാൻ അത്രയെങ്കിലും പാടില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും. പാട്ട് എന്നല്ല, എന്തും നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തെയും ഒരാൾ വന്നിട്ട് പറയും. ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് നിങ്ങളിൽ ഒരാൾ വന്നിട്ട് പറയുന്നത്, സാറിന്റെ ക്ലാസ് ഇങ്ങനെ കൊണ്ടുപോയാൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഞാനത് എങ്ങനെ എടുക്കുന്നതല്ല. ഞാൻ നന്നായി എടുത്തല്ലോ, എന്നെ പഠിപ്പിക്കാൻ ഇവനാരാ, എങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണ്. ഏതൊരു കാര്യം കേട്ടോ, ഇതിപ്പം ഈ ക്ലാസ് ഇതൊന്നുമല്ല, ഏതൊരു കാര്യത്തിനെയും ഇപ്പം എന്താ പറയാ, ഏതൊരു കാര്യത്തിനും നമ്മൾ ആ രീതിയിലാണ് എടുക്കുന്നത് വെച്ചാൽ നമ്മളൊരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലാണെന്ന് പറയാം. അതേസമയം ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ എങ്ങനെ എടുക്കാറിയും ഫീഡ്ബാക്ക് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ടാണ് എടുക്കുക. അവർക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് അത് എടുക്കുക. അപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, ഇപ്പം ഷഹാന ക്ലാസ് ചെയ്യുന്നു, സാറിന്റെ ക്ലാസ് ഇങ്ങനെ എടുത്തിരുന്നു നന്നായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഇംപ്രൂവ്മെന്റ് പോയിന്റ്, എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റ് പോയിന്റ്, നെക്സ്റ്റ് ക്ലാസ്സിൽ എനിക്കത് ബെറ്റർ ആക്കാനുള്ള ഇംപ്രൂവ്മെന്റ് പോയിന്റ് ആയിട്ടാണ് ഞാൻ എടുക്കുക. അല്ലെ ഒരു പാട്ട് വന്ന് പറയുമ്പോൾ ഓക്കെ ഞാൻ ആ ശ്രുതി അടുത്ത പാട്ട് പാടുമ്പോൾ ആ ശ്രുതി ഒന്ന് ശ്രദ്ധിച്ച് പാടിയാൽ നന്നായിരിക്കും എന്നൊരാൾ വന്ന് പറയുമ്പോൾ അത് എന്നെ ബെറ്റർ ആക്കാൻ, എന്റെ ഒരു എന്താ പറയാ ഇംപ്രൂവ് ചെയ്യാൻ, എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അങ്ങനെയുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ എടുക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താനും ഇംപ്രൂവ്മെന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്കുകൾ കിട്ടുന്തോറും എന്താണ് അത്തരം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ വളർന്നുകൊണ്ടിരിക്കും. മറ്റുള്ള അവിടെ തന്നെ ഇരിക്കും. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ അവർ ഓക്കെ നമ്മളെല്ലാം തികഞ്ഞവരാണ്, ഇപ്പം ഞാൻ പാടിയത് ഓക്കെയാണ്, ഞാൻ ചെയ്തത് ഓക്കെയാണ് എന്നുള്ള ചിന്തിക്കും. പക്ഷെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ഇൻഫർമേഷൻ ആണ്, എനിക്ക് കിട്ടിയ ഒരു ഇംപ്രൂവ്മെന്റ് പോയിന്റ് ആണ്, ഞാൻ അത് വെച്ചിട്ട് ബെറ്റർ ആക്കേണ്ടതുണ്ട് നോക്കിയിട്ട് ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നവർ അവര് വളർന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞ പോയിന്റ്സ് മനസ്സിലായി. അപ്പൊ ഞാന് 3 പോയിന്റ് ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. 3 പോയിന്റ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ ആണ്, ക്ലിയർ ആണ്. അതിന് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുക അതില്? ഇല്ല. ഓക്കെ. അടുത്ത് വരുന്നവരാണ് നാലാമത്തെ ഒരു പോയിന്റ് ആണ്, മറ്റുള്ള ആളുകളുടെ വിജയത്തിലൊക്കെ ഒരു ഫീൽ ത്രെട്ടൻഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് ഉണ്ടാവുക. മറ്റുള്ളവരുടെ വിജയമൊക്കെ അവർക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുക. ഉദാഹരണത്തിന് ഇപ്പം മറ്റൊരാളുടെ വിജയത്തെയും വളർച്ചയൊക്കെ വേറെ എന്തെങ്കിലും തരത്തിൽ പറയില്ലേ. ഇപ്പം ഒരാള് ഗൾഫിൽ പോയിട്ട് അത്യാവശ്യം പണമൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ പറയാം അത് അറബിനെ പറ്റിച്ചിട്ട് വന്നാണ് അല്ലെ, അല്ലെ അവിടെ എന്തോ തട്ടിപ്പാണ്, അല്ലെങ്കിൽ എന്താണ് കള്ളക്കടത്താണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ. നാട്ടിലൊരു പണം ഉണ്ടാക്കിയാലോ അല്ലെ വേറെ പ്രശസ്തനായാലോ എന്തെങ്കിലും ഒരാൾ ഏതെങ്കിലും തരത്തിൽ വിജയിച്ചു വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം അവൻ പൈസ കൊടുത്ത് വാങ്ങിയ അവാർഡാണ്, അങ്ങനെ പല കാര്യങ്ങളും പറയുന്ന സംഭവം ഉണ്ടാകും നമുക്ക്. അപ്പൊ അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ എന്താ ചെയ്യുക, വേറൊരു കാര്യം ചെയ്യാം. ഇപ്പം ഒരാളുടെ നല്ല അയാൾ ഒരുപാട് ശ്രമിച്ച് കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കിയ വിജയമാണെങ്കിൽ പോലും നമ്മൾ പറയാം അത് അവന്റെ ബെസ്റ്റ് ടൈമാണ്, അല്ല അവന്റെ ഭാഗ്യമാണ്. ഇങ്ങനെ ഈ വിജയങ്ങളൊക്കെ വേറെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടായിരുന്നു പറയാം. ഒരാളുടെ കഷ്ടപ്പാടിനെയോ അയാൾ അതിന് പിന്നിൽ ഇട്ട എഫേർട്ടിനെയോ ഒന്നും വില കാണാതെ അയാളുടെ വിജയത്തെ വളരെ നിസ്സാരമായിക്കൊണ്ട് അത് അയാളുടെ ടൈമാണ്, അത് അയാളുടെ ഭാഗ്യമാണ് എന്നുള്ള നിലയിൽ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ ഉദാഹരണം പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ചില സാറന്മാരോട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതേമാതിരി ചില സാറന്മാർക്ക് ചില കുട്ടികളോട് ഭയങ്കര ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ആയിരിക്കും.
അത് മറ്റുള്ളവർ നോക്കിയിട്ട് പറയണം അത് അവർ തമ്മിൽ വേറെ എന്തോ ബന്ധമാണ്, അല്ലെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണ്, അയാളെ സോപ്പിട്ട് നടക്കുകയാണ്, ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ പറയും. അതായിരിക്കില്ല, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടാനും അയാളോട് കൂടുതൽ അടുക്കാനൊക്കെ ഒരു കാരണം ഉണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു കണ്ണോട് കൂടി കണ്ടിട്ട് ഈ ഒരു രീതിയിൽ വിശകലനം ചെയ്യുന്നവരായിരിക്കും ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. എന്നാല് നല്ല ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ എന്താണെന്നാണ് മറ്റുള്ള അവരുടെ സക്സസിനൊക്കെ എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആയിട്ടാണ് കാണുന്നത്. നമ്മുടെ ലൈഫിൽ നമുക്ക് വിജയിക്കാനുള്ള ഇൻസ്പിറേഷൻ കിട്ടും. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ചെറുതും വലുതുമായിട്ടുള്ള വിജയിച്ച ആളുകൾ, ഏതൊരു ചെറിയ വിജയിച്ച ആളുകളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം, അല്ലെ? ചെറിയ വിജയം ആയിക്കോട്ടെ വലിയ വിജയം ആയിക്കോട്ടെ എല്ലാത്തിനെയും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ ഇത്രയും ആളുകളുണ്ട്, നിങ്ങളുടെ ക്ലാസ്സിൽ അയാളെ ഏറ്റവും എന്തെങ്കിലും ഒരു കാര്യം നന്നായി ഒന്ന് പെർഫോം ചെയ്തു, അല്ലെ നന്നായി പ്രസന്റേഷൻ ചെയ്തു, ഈ ഒരു കാര്യത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു ലാഘവത്തിൽ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിട്ട് മാറും. ചുറ്റുമുള്ളത് നിൽക്കുന്നത് ഇപ്പൊ ചുറ്റുമുള്ള ആളുകളുടെ വളർച്ചയിലും ഉയർച്ചയിലും ഒക്കെ നേട്ടങ്ങളൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ആളുകളായിരിക്കും യഥാർത്ഥത്തിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. മറ്റുള്ള ആളുകളുടെ വിജയത്തിനെയും കഴിവിനൊക്കെ അവരുടെ എഫേർട്ടിന് വില കാണും, അവരുടെ പരിശ്രമത്തിനും അവരുടെ കഷ്ടപ്പാടിനും ഒക്കെ വില കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ആ വിജയം ആഘോഷിക്കുന്നത്, അല്ലെ? നമ്മൾ ചില വീഡിയോസ് കാണുമ്പോൾ നമ്മൾ തന്നെ നമുക്കറിയാതെ ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരില്ല സന്തോഷം കൊണ്ടൊക്കെ. അപ്പൊ അത് നമ്മുടെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് മാത്രം വരുന്ന ഒരു ഫീലാണ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അങ്ങനെ ഫീലിങ്സ് ഒന്നും വരില്ല, ഒരു സാധനം അങ്ങനെ കണ്ടു പോകുന്നു എന്നല്ല. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് ആ ആളുടെ വിജയം, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളിൽ നമുക്ക് ആ ഒരു ഫീലോട് കൂടി തന്നെ അത് ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്കുള്ള ഒരു ക്വാളിറ്റി. അപ്പൊ നമുക്ക് നോക്കാം ഇത്തരം സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്. ചെറുതോ വലുതായ കാര്യങ്ങൾക്ക് അപ്രീസിയേഷൻ ചെയ്യാന്ന് പറഞ്ഞ സംഭവം. നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. നമ്മളൊരു കാര്യം ചെയ്യാം, ആരും അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അടുത്ത് ഒരു മിനിറ്റ്, വെള്ളം കുടിച്ചോക്കി സാറേ. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ്. യെസ്, മെഡിസിൻ എന്തെങ്കിലും കുടിക്കുന്നുണ്ടോ? ആ മെഡിസിൻ ഉണ്ട്. ഇപ്പൊ 1 വീക്ക് ആയിട്ട് കിടപ്പിലായിരുന്നു, ഇന്നാണ് ഇറങ്ങിയത്. നല്ല ഹണി, പ്യൂർ ഹണിയും കുറച്ച് പെപ്പർ പൗഡറും മിക്സ് ആക്കി കുടിക്കും, നല്ലതാ. ഹണിയും പെപ്പർ പൗഡറും മാത്രമാണ്? പെപ്പർ പൗഡറും ഹണിയും. ഓക്കെ, ട്രൈ ചെയ്യാം. താങ്ക് യു, ഞാൻ നോട്ട് ചെയ്യട്ടെ. താങ്ക് യു. അത് ഗ്രോത്ത് ആണോ ഫിക്സഡ് ആണോ? അത് ഗ്രോത്ത് മൈൻഡ് ആണോ ഫിക്സഡ് മൈൻഡ് ആണോ? തീർച്ചയായിട്ടും ഗ്രോത്ത് ആണ്. കാരണം മറ്റൊരാളുടെ വേദനയില് വിഷമത്തില് പിന്നെ ഉൾപ്പെടുക എന്ന് പറയുമ്പോൾ അല്ലെ, അതിന് നമുക്ക് എങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും? അപ്പൊ തന്നെ സപ്പോർട്ട് കൊടുത്തു. ഞാൻ ചോദിച്ചല്ല എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, ഞാൻ ചോദിച്ചല്ല, അവർ ഇങ്ങോട്ട് പറഞ്ഞു. ആരാ പറഞ്ഞ ആളാരാ? ഞാൻ മനസ്സിലായി. ആരാന്ന് പറഞ്ഞോളന്ന് കാണട്ടെ. എവിടെ പോയി? താങ്ക് യു സർ. പറഞ്ഞ ആളാരാ? പേരെന്താ? ഞാൻ ഫായിസ. ഫായിസ. ഓക്കെ, നമ്മളെ ഹോസ്റ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു ഫായിസ. എന്തായാലും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഞാൻ പറയാട്ടോ. ഓക്കെ, ഞാൻ മക്കൾക്കൊക്കെ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിഞ്ഞതാ, അതുകൊണ്ട് പറഞ്ഞു. തീർച്ചയായിട്ടും. ഞാൻ ഇപ്പൊ ഒരു 10 ദിവസത്തോളായി കഷ്ടപ്പെടുന്നു. ഭയങ്കര ഹെവി ഫീവറായി, വൈറൽ ഫീവർ ആയിരുന്നു. അത് കുറച്ച് സ്ട്രോങ് ആയ സമയത്ത് നല്ല രീതിയിൽ വന്നു. അത്രയും മരുന്ന് കഴിച്ചു, പക്ഷെ എന്നിട്ടും റിസൾട്ട് ആയി വരുന്നേ ഉള്ളൂ. ഏതായാലും ട്രൈ ചെയ്യാം. പനിക്കുന്നത് നമുക്ക് ഞാൻ ഒരു മെഡിസിൻ ലെസ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. അക്യുപഞ്ചർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ സാർ, കണ്ടിന്യൂ ചെയ്തു. സോറി. താങ്ക് യു. നമുക്ക് സംസാരിക്കാം. സോറി. അടുത്തതായി നമുക്ക് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് പുട്ടിങ് ഇൻ എഫേർട്സ് ഈസ് വർത്ത്ലെസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഇപ്പൊ കഠിനാധ്വാനം ചെയ്യണം അല്ലെങ്കിൽ നന്നായിട്ട് എഫേർട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ
അതൊന്നും ഇട്ടിട്ടൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് അറിയുന്ന രീതിയിൽ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അതിലും കൂടുതൽ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് ചെയ്യാവുന്ന മാക്സിമം ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാള്. ഇപ്പൊ ഞാൻ ചില കൗൺസിലിങ്ങിനൊക്കെ വരുന്ന ആളുകളോട് നിങ്ങൾ അങ്ങനെ ചെയ്തു, അതൊക്കെ ഞാൻ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം 1-2 ദിവസം ചെയ്തുകൊണ്ടൊന്നും ഒരു മാറ്റവും ഒരാളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നില്ല. തുടർച്ചയായി നമ്മൾ വർഷങ്ങളായിട്ട് ഒരു ഫിക്സ് ആക്കി വെച്ച ചില കാര്യങ്ങൾ മാറ്റുമ്പോൾ ടൈം എടുക്കും. കാരണം കുറെ വർഷങ്ങളായി നമ്മൾ ഫിക്സ് ആക്കി വെച്ചൊരു കാര്യമാണ്. അപ്പൊ അത് മാറ്റെടുക്കാനും കുറച്ച് ടൈം എടുക്കും. അപ്പൊ നിരന്തരം നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാല് എന്താണ് കേൾക്കുന്നില്ലേ? എന്തോന്ന് പറഞ്ഞ പോലെ തോന്നിയ ഒരാള്. ഓക്കെ, ഷാബിറ എന്നോടാണോ സംസാരിച്ചേ? ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ എഫേർട്ട് എടുക്കേണ്ട കാര്യങ്ങൾക്ക് എഫേർട്ട് എടുക്കുക, അതിലൊന്നും കാര്യമില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. ഒരു മിനിറ്റ്. അപ്പൊ നമ്മളൊരു പ്രശ്നമായിട്ട് വരുന്ന ആളുകളുടെ അടുത്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയാണ് അവർ പറയുക. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കതിൽ മാറ്റം വരുള്ളൂ. കാരണം വർഷങ്ങളായിട്ട് കുറെ കാലങ്ങളായിട്ട് നമ്മളെ കൂടെ കൂടിയിട്ടുള്ള പല കാര്യങ്ങളും മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തു 1-2 ദിവസം ചെയ്തിട്ടുണ്ടാവും, അത് പോരാ, നിരന്തരമായി പ്രാക്ടീസ് ചെയ്ത് മാറ്റേണ്ട കാര്യം. അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്ന ഒരു പ്രശ്നം, ആദ്യം ഈ ഒരു പ്രശ്നമല്ലേ ഇതൊന്ന് തീരട്ടെ എന്നിട്ടല്ലേ ആ പ്രശ്നം, എന്നാൽ അല്ലാതെ അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയും. അല്ല, നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. മൊത്തം കാര്യം ക്ലിയർ ആയിട്ട് ആർക്കും ഒന്നും നേടാനും ഒന്നും ചെയ്യാനും കഴിയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പൊ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ടൊന്നും കാര്യമില്ല, എനിക്ക് ചെയ്യാവുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനി അതല്ല ഇത് തീരട്ടെ അത് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കും. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആള് അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എഫേർട്ട് ലീഡ്സ് ടു മാസ്റ്ററി എന്നുള്ള, എല്ലാ എഫേർട്ടുകളും നമ്മളെ മാസ്റ്റർ ആക്കാൻ സഹായിക്കുന്നു. ഇപ്പൊ ഞാൻ ആദ്യം ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്, പേടി ഉണ്ടായിരുന്നു, വിറയലുണ്ടായിരുന്നു. അപ്പൊ ആളുകൾ എങ്ങനെ എടുക്കും, ആളുകളോട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യും, ഒരുപാട് ഡൗട്ടോട് കൂടിയിട്ട് തുടങ്ങും. പക്ഷെ നമ്മൾ നിരന്തരം ചെയ്ത് നമ്മൾ അതിൽ മാസ്റ്റർ ആവും അല്ലെ. ഞാൻ എന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം, എന്റെ ആദ്യത്തെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും തമ്മിൽ എത്രത്തോളം മാറ്റം വന്നു എന്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളെ ഒരു കാര്യത്തിൽ എഫേർട്ട് ഇടുന്ന സമയത്താണ് നമ്മൾ അതിൽ മാസ്റ്റർ ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ സഹായിക്കുക. നമ്മൾ ഇടുന്ന ഓരോ എഫേർട്ടും നമ്മളെ കൂടുതൽ ഓക്കെ അങ്ങനെയാണ് ചിന്തിക്കുക. ഇപ്പൊ കൂടെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ലീവാന്ന് പറയും, കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ലീവ് ആവുമെന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ പറയൂ ഭാരം ആ പണിയും കൂടെ എന്നാണ്, ഇപ്പൊ നിങ്ങൾ അതും കൂടെ ചെയ്യണം എന്ന് പറയല്ലോ, അവരതും കൂടെ ഒന്ന് മാനേജ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ പറയും എന്തായിരിക്കും, അതും കൂടെ എന്നാണ് ഏൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ എനിക്ക് ദൂരം കൂട്ടം പണിയാന്ന് പറയും. അപ്പൊ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ പറയും ഓക്കെ ഞാൻ അതും കൂടെ ചെയ്യാം, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അതും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതിനും കൂടെ അവർ എഫേർട്ട് എടുക്കും, കുറച്ച് സമയം എടുത്തുകൊണ്ട് അതും കൂടെ കോപ്പറേറ്റ് ചെയ്ത് അവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതായത് നമുക്ക് ഏതൊരു എഫേർട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിപ്പം നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ് എല്ലാവരും. നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യത്തിന് ഇന്നലെ യൂസ് ചെയ്ത രീതിയല്ല ഇന്ന് കുറച്ചുകൂടെ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അല്ലെ ആ എഫേർട്ട് കുറച്ചുകൂടെ പ്രാക്ടിക്കലി സിംപ്ലി അല്ലെ പ്ലാൻ ഒക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഈസി ആയിട്ട് മാറും. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ പേര് ഹൗസ് വൈഫ്സും കൂടെ, അതായത് മീൻസ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകൾ കൂടെ കുറച്ചുണ്ട് ലേഡീസ് ഒക്കെ തന്നെ. അപ്പൊ അവർക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യണ്ടാവും. ഹസ്ബൻഡ്, കുട്ടികളുണ്ട്, കുട്ടികൾ, വീട് മാനേജ് ചെയ്യണം, അതേസമയം പഠിക്കണം. ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാനൊക്കെ സിമ്പിൾ ആയിട്ട് പറ്റും. പക്ഷെ എന്തെങ്കിലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എന്റെ സമയം ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യണം, അപ്പൊ ഹസ്ബൻഡിന് സമയം കൊടുക്കേണ്ടതുണ്ട്, എപ്പം ഞാൻ കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എപ്പോൾ കൊടുക്കണം, എന്റെ പഠനത്തിന് സമയമുണ്ട് എപ്പോൾ കൊടുക്കണം, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്തു പോകാൻ പറ്റും. ഇതുപോലെ നമ്മൾ ഓരോന്നിനും എടുക്കുന്ന എഫേർട്ടുകളാണ്. ഈ എഫേർട്ടുകൾ നമ്മളെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ ഒരു കാര്യത്തിൽ എടുക്കുന്ന എഫേർട്ട് ഫിക്സ്ഡ് മോഡിലാണോ അതോ ഗ്രോത്ത് മോഡിലാണോ നോക്കാം. പിന്നെ അടുത്തത് ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ നമ്മുടെ ഫീഡ്ബാക്സ് ഒക്കെ ഇഗ്നോർ ഫ്രം അതേഴ്സ് ആണ്. മറ്റുള്ളവർ തരുന്ന ഫീഡ്ബാക്സുകളൊക്കെ ഇവർ ഫീഡ്ബാക്കുകളെ ഫുൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആളുകളായിരിക്കും. അങ്ങനെ ആരുടെയും ഫീഡ്ബാക്ക് അവർ എടുക്കൂല. നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്ന ആളുകളുണ്ടോ അങ്ങനെ? നമ്മൾ എന്ത് പറഞ്ഞാലും അതൊന്നും അവരെടുക്കൂല. അവര് തീരുമാനിച്ചൊരു കാര്യം അവർ വിചാരിച്ച പോലെ ചെയ്തു പോകുന്ന ആളുകൾ ആരെങ്കിലും അറിയോ?
അല്ലെ? ആരെങ്കിലും ഒക്കെ ഉണ്ടാവും എന്തായാലും. ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, ഞാൻ പ്രവർത്തിക്കുന്നതാണ് ശരി, ഞാനാണ് ശരി എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ. ഒരു മറ്റുള്ളവർ എന്ത് ഫീഡ്ബാക്ക് കൊടുത്താലും അത് ഇഗ്നോർ ചെയ്യും. ആ ഒരു ടൈപ്പ് ആയിരിക്കും ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആൾ. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളോ എപ്പോഴും ഫീഡ്ബാക്സിനെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫീഡ്ബാക്കിലൂടെ ഒരുപാട് വളരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ്. ആളുകളോട് അങ്ങോട്ട് ചോദിക്കും, ഞാൻ ചെയ്തത് നന്നായിരുന്നോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, പറഞ്ഞു തരുന്നിട്ടോ, ഫീഡ്ബാക്സ് പറയണം, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ നന്നായിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും ഫീഡ്ബാക്സ് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ വരെ തയ്യാറാവുന്ന ഒരു ടൈപ്പ് ആയിരിക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഇതിലൊന്നും മടിയും കുറവൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മളൊരു കാര്യം ചെയ്തപ്പം ചിലർ പറയും, SP ആണ്, സെൽഫ് എന്താണ് പറയുക, സ്വയം പൊക്കുന്ന ആളാണെന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ ആളുകൾ പറഞ്ഞിട്ട് നമുക്ക് വളരണമെങ്കിൽ നമ്മൾ ആരും പറയുന്നില്ലെങ്കിൽ നമുക്ക് ചോദിക്കണം. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്തത്. അപ്പൊ ചിലപ്പോൾ അവർ പ്രോബ്ലംസ് ആയിരിക്കും പറയാൻ. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പ്രോബ്ലംസ് വന്നാലും നമ്മൾ ക്രിറ്റിസിസ് ആയിട്ടല്ല എടുക്കേണ്ട, നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയാണ്, നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് പോയിന്റ് ആയിട്ട് എടുക്കണം. അതല്ല ഫീഡ്ബാക്സ് ആയിട്ട് കൃത്യമായിട്ട് തരുന്നുണ്ട്, അത് ഫീഡ്ബാക്സുകൾ ഫീഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കൂടുതൽ ബെറ്റർ ആക്കാൻ ശ്രമിക്കണം. അപ്പൊ ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയാലും, ഇപ്പൊ നമ്മളെ കുട്ടികളായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവും ഒരു കാര്യം കണ്ടിട്ട് ഫീഡ്ബാക്സ് പറയും, കുട്ടികളായിരിക്കും ചിലപ്പം, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. കുട്ടികളാവാം, നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സ് ആവാം, അപ്പം മദർ ഇൻ ലോസ് പറയുന്നവരുണ്ടാവാം. അപ്പൊ മദർ ഇൻ ലോസ് പറയുമ്പോ അവരെന്തിനാ പറയുന്നത്, അവർക്ക് എന്താ അറിയാം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ ആരുടെ നമുക്ക് ഫീഡ്ബാക്സ് കിട്ടിയാലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. അടുത്ത് വരാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആള് പെട്ടെന്ന് ഗിവ് അപ്പ് ചെയ്യും. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു എന്തെങ്കിലും ഒരു തോൽവി ഉണ്ടായി, അല്ലെങ്കിൽ വിചാരിച്ച പോലെ നടന്നില്ല, ഒരു പരാജയമൊക്കെ ഉണ്ടായി, അപ്പൊ അവിടെ ഒരു ഉപേക്ഷിക്കുക സാധനം. എന്ത് സംഭവം ആയിക്കോട്ടെ, ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ നോക്കിയിട്ട് പറ്റാത്തതാവാം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറിയിട്ട് ശരിയാവാത്തതാവാം, എന്താവാം. ഇപ്പം ഇനി അത് ശരിയാവില്ല, ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇനി അത് ശരിയാവില്ല. നമ്മൾ പറയും ഒന്നുകൂടെ ശ്രമിക്കുക, ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ അത് ശരിയാവില്ല, അതൊക്കെ ഞാൻ ശ്രമിച്ചതാണ്, ഇനി നടക്കൂല. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നിങ്ങനെ പിന്നോട്ട് വലിയുന്ന ഒരു ടൈപ്പ് ആളുകളായിരിക്കും ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണ്. പെട്ടെന്ന് ഗീവ് അപ്പ് ആവും. മുന്നിൽ വരുന്ന എന്ത് പ്രശ്നമായാലും എന്ത് തോൽവികളായാലും അവർ പെട്ടെന്ന് പിന്നോട്ടെടുക്കും, കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. അതേപോലെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലുള്ള ആളുകളാണെങ്കിലോ അവർ പെർസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പെർസിസ്റ്റൻസ് ആയിരിക്കും. അതായത് ഏത് സിറ്റുവേഷനിലും തന്റെ ഡ്രീംസിനെ, തന്റെ ആ ഒരു ഗോളിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. മുന്നിൽ വരുന്ന പ്രയാസങ്ങൾ സ്വാഭാവികമാണ്. ബിസിനസ് ആയാലും പഠനമായാലും ജോലി ആയാലും പ്രതിസന്ധികൾ വരാന്ന് ലൈഫായാലും ലൈഫായാലും പ്രതിസന്ധികൾ വരാന്ന് സ്വാഭാവികമാണ്. ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്ത് ഇല്ല. ഈവൻ ഞാനായാലും ഒരു മനുഷ്യനും ഈ ലോകത്ത് ഇല്ല പ്രശ്നങ്ങളില്ലാത്ത. ഒരാൾ നേരിടുന്ന പ്രശ്നമാവില്ല മറ്റൊരാൾ നേരിടുന്നതെന്ന് മാത്രം. പക്ഷെ അപ്പൊ ആ പ്രശ്നങ്ങളെ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിൽ അത് നടക്കും, ആരൊക്കെ തടസ്സം പറഞ്ഞാലും അത് നടക്കുന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ട് അത് നേടുന്ന ടൈപ്പ് ഓഫ് ആളുകളായിരിക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളത്. വിട്ടുകൊടുക്കൂല അവർ. എന്തൊക്കെ വന്നാലും അത് വിട്ടുകൊടുക്കൂല, അല്ലേ? ഇപ്പം പഠിക്കാൻ തുടങ്ങിയപ്പം ഇപ്പം ലേഡീസിന്റെ കാര്യം കാണിച്ചപ്പോൾ പ്രഗ്നന്റ് ആയി, എനിക്ക് പഠിക്കാൻ പറ്റില്ല, പ്രഗ്നന്റ് ആയി, അങ്ങനെ പറഞ്ഞിട്ട് പിന്നോട്ട് പോകുന്നുണ്ട്. ചിലപ്പോൾ 1-2 ദിവസം റെസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്. വീണ്ടും വന്ന് എക്സാം എഴുതാൻ വേണ്ടി മാത്രം പോയിട്ട് കഷ്ടപ്പെട്ട് പോയിട്ട് നേടിയെടുക്കുന്നവരൊക്കെ ഉണ്ട്. ചിലപ്പോൾ 2-3 കുട്ടികളെ ചിലപ്പോൾ കൂടെ കൊണ്ടുപോയിട്ട് പോലും പഠിച്ചെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ വിട്ടുകൊടുക്കില്ല. ഞാനൊരു തീരുമാനം എടുത്തിട്ട് എനിക്കത് നേടണം എന്നുള്ളൊരു വിട്ടുകൊടുക്കാത്ത മൈൻഡ് സെറ്റാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആണ്, ഇപ്പൊ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫെയിലിയേഴ്സിനെ അവോയ്ഡ് ചെയ്യാന്നുള്ളത്. അല്ലെ? പരാജയപ്പെടുമ്പോ എപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യം, എക്സാം എഴുതൂല, തോൽക്കുന്നു ചെയ്യൂല ഒരു കാര്യവും. അപ്പം എന്താ പറയാ, നമ്മളിപ്പോ ഒരു കാര്യം ഫുഡ് ഉണ്ടാക്കുകയാണ്, ആ ഫുഡ് ഉണ്ടാക്കണം നന്നാവൂലെന്ന് കരുതിയിട്ട് ഉണ്ടാക്കൂല. ഒരു ബിരിയാണി വെക്കണം, അല്ലെ മന്തി വെക്കണം, മന്തി ഉണ്ടാക്കിയാൽ നന്നാവൂല എന്ന് തോന്നി, അല്ലെ ഒരിക്കലും ആരെങ്കിലും നന്നായിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഓക്കെ ഇനി അത് മതി, ഇനി നന്നാവൂല. ഇങ്ങനെ പരാജയങ്ങൾ അവർ പേടിച്ചിട്ട് ഏതൊരു കാര്യത്തിലുണ്ടോ ഇങ്ങനെ പിന്നോട്ട് പോകുന്ന മാക്സിമം ഫെയിലിയേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നവരായിരിക്കും ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ ജസ്റ്റ് ടെമ്പററി സെറ്റ് ബാക്ക് ആയിട്ടാണ് കാണുന്നത്. പരാജയങ്ങളൊക്കെ താൽക്കാലികം, അല്ലെ? ഇപ്പം തോമസ് ആൽവ എഡിസന്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരുപാട് 10,000-ഓളം തവണ തോറ്റിട്ടാണ് അയാൾ ബൾബ് കണ്ടുപിടിക്കുന്നത് ആള്, അല്ലെ? അപ്പൊ അതുപോലെ ഓരോ ആളുകളെ വിജയിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെ ഏത് മേഖലയിലായിക്കോട്ടെ, ഇപ്പം നിങ്ങളുടെ ഒരു സാറിനെ എടുത്തു നോക്കുകയാണെങ്കിലും
ആരെ എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാവരും ലൈഫിലായാലും സ്റ്റഡിയിലായാലും അവരുടെ ജേണിയിലായാലും ഒക്കെ തന്നെ പല പരാജയങ്ങളും നേരിട്ടിട്ടുണ്ടാവും ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ. അപ്പൊ ഈ പരാജയങ്ങളൊക്കെ താൽക്കാലികമാണെന്ന് വിശ്വസിക്കുകയും ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ എനിക്കത് വിജയിക്കാൻ പറ്റുകയും ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളായിരിക്കും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ. അപ്പൊ ഞാൻ 8ഓളം പോയിന്റ്സ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഫിക്സ്ഡ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നുള്ളത്, ഏതൊക്കെ കാര്യത്തിൽ നിങ്ങൾ ഗ്രോത്ത് ആയിട്ടുണ്ട്. ചില പോയിന്റ്സ് ഇത് രണ്ടിന്റെയും നടുവിൽ നിൽക്കുന്നുണ്ടാവും, മിഡിലിൽ നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമുക്കത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഞങ്ങളെ പോലുള്ള ആളുകളുടെ ഹെൽപ്പ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അപ്പം ഇനി നമുക്കൊരു ഇന്ററാക്ഷൻ ആവാം, എന്തെങ്കിലും ചോദിക്കാം. ഇത് ഈ കാര്യങ്ങളിലാവാം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളിലും നമുക്ക് സംസാരിക്കാം. ക്ലാസ് ഓക്കെ ആയിരുന്നോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഞാൻ എന്റെ ഉള്ള ശബ്ദം വെച്ചിട്ടും ഇത് വെച്ചിട്ടാണ് എനർജി വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാറ് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോഴേ സാറ് ഭയങ്കരമായിട്ട് ഫീവർ ആയിരുന്നു. വല്ലാത്തൊരു സാഹചര്യത്തിലാണ് സാർ ഇപ്പൊ ഉള്ളത്. എന്നിരുന്നാൽ ഈ ഒരു അവസ്ഥയിലും സാർ ഇങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ, എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടം. നമ്മളൊരു കമ്മിറ്റ്മെന്റ് ഈ ഒരു ടീമിനോട് പറഞ്ഞ സ്ഥിതിക്കാണ് ഞാൻ സാർ ഒരിക്കലും നിർബന്ധിക്കില്ല. ആള് വീക്കായി കിടക്കുമ്പോഴേ നമ്മൾ അയാളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രയാസ കാര്യം തന്നെയാണല്ലോ. സഹി കേട്ടിട്ട സത്യത്തിൽ ഞാൻ സാറെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു കേട്ടോ. അപ്പൊ ആദ്യം തന്നെ സോറി പറയാനായി. പിന്നെ സാറുടെ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തില് സാറ് എനർജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ് ഞാൻ ഇവിടെ ഒരു മെസ്സേജ് വിട്ടിട്ടുണ്ട് സാറ് ഇൻസ്റ്റ ഐഡിയും അതൊക്കെ. അത് കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാനൊരു വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് എന്താ ഒരു ആകർഷണമായിപ്പോയി. കാരണം സാറുടെ ആ വാക്കുകൾ ഭയങ്കര വലിയ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാറെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. ഓക്കെ, എന്റെ വീട്ടിൽ സത്യത്തിൽ അറിയില്ല, എന്റെ വീട്ടില് എന്റെ ഭാര്യയ്ക്ക് എന്റെ കുട്ടികൾക്ക് അറിയില്ല കേട്ടോ. 2 ദിവസം അല്ല 3 ദിവസം മുമ്പേ ഒരു പാരന്റിങ് ക്ലാസ് തോന്നുന്നുണ്ട്, മോനിക്ക് 2-3 ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സാറുടെ വീഡിയോ ആയിരുന്നു അത്. അതുപോലെ എന്റെ വൈഫ് ഭാര്യയെ കുറിച്ചുള്ള ഒരു വിഷയമായിരുന്നു, അത് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ സാറിക്ക് ഞാനൊരു ബന്ധവും പിന്നെ അതുപോലെ ഈ പരിപാടിക്ക് ക്ഷണിച്ചത് എന്റെ വീട്ടിൽ അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് സാറുടെ വീഡിയോകൾ ഭയങ്കരമാണ്. എനിക്ക് തോന്നുന്ന പെട്ടെന്ന് തന്നെ അതൊരു മില്യനിലല്ല 2 മില്യൺ 5 മില്യണിലേക്ക് കടക്കുന്നു, യാതൊരു സംശയമില്ല. അത്ര ഒരു വളരെ എന്താ പറയാ നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഇതില്. അപ്പൊ എന്തായാലും ഭയങ്കര പ്രയാസമുണ്ട് സാർ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ക്ഷണിച്ചത്. ഓക്കെ, ഏതായാലും പിന്നൊരു അവസരത്തിൽ ഞാനൊരു ചാലഞ്ചിങ് ആയിട്ടൊന്ന് ഏറ്റെടുത്തത്. കാരണം അറിയില്ല, ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എനിക്ക് അറിയണം. അപ്പൊ ആ ഒരു ചാലഞ്ചിങ് ആയിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും എനിക്ക് പറ്റുന്നത് നിങ്ങൾ സഹകരിച്ചുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ വീഡിയോ എന്തുകൊണ്ടോ ആളുകൾ സ്വീകരിച്ചപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ അറിയാത്തവർക്ക് പേജ് നിങ്ങൾ ഷെയർ ചെയ്തോളൂ. ഈ ഗ്രൂപ്പിലിട്ടാൽ നിങ്ങൾ ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ഗ്രൂപ്പിലിട്ടാൽ എല്ലാവർക്കും അറിയാം, എന്റെ പേജിനെ കുറിച്ച് അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ നമ്മൾ മാക്സിമം ആളുകളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു ടെൻഡൻസി, ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ സംഭവം തുടങ്ങിയിട്ടുള്ളത്. ഞാനൊരു ബിസിനസ്സുകാരനും കൂടെ ആണ്. പക്ഷെ എന്റെ ഉള്ളിലുള്ള സംഭവങ്ങളെ എനിക്ക് പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു തുടങ്ങിയത്. പക്ഷെ നല്ല രീതിയിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്തു, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതും ഈ ഒരു വീഡിയോ ആണ്. അനസ് വീഡിയോ കണ്ട, അല്ലാതെ ഞാൻ ഓൾറെഡി ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും അനസ് വീഡിയോ കണ്ടിട്ടാണ് ഇപ്പൊ എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തത്. ഏതായാലും സന്തോഷം. അറിയാത്തവരൊക്കെ വീഡിയോ ഒന്ന് പോയി കണ്ടു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കാം. സാർ ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ കറക്റ്റ് എല്ലാം ഒരാളിൽ ഉണ്ടാവണമെന്നില്ലല്ലോ, ചിലതാണെങ്കിലും അങ്ങനെ ആവണമെന്നില്ലേ? തീർച്ചയായിട്ടും ഒരിക്കലും എല്ലാവരും ഈ പറഞ്ഞ 8 പോയിന്റ്സ് ഉള്ള ഒരാളും ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇപ്പൊ ചിലപ്പോ 1 പോയിന്റ് ആവാം, ചിലപ്പോൾ 2 പോയിന്റ് ഉണ്ടാവാം, ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇത് രണ്ടിന്റെയും നടുവിൽ കിടക്കുന്ന ആളുകളുണ്ടാവും. ഫിക്സ്ഡ് ആണോ ഗ്രോത്ത് ആണോ എന്ന് മനസ്സിലാവാത്ത സിറ്റുവേഷനിൽ കിടക്കുന്ന ആളുകളുണ്ടാവും. അപ്പം ഈ ഞാൻ പറഞ്ഞ നിങ്ങൾക്കുള്ളൊരു 2 കാര്യം പറയും. ഗ്രോത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ല ഫിക്സ്ഡ് ആണെന്ന് വെച്ച് പേടിക്കേണ്ട. നിങ്ങളൊരു നെഗറ്റീവ് മൈൻഡിൽ കിടക്കുന്നവരാണ് പേടിക്കേണ്ട. നിങ്ങളൊരു എന്താ പറയാ ഒരു ബാഡ് ഹാബിറ്റിൽ ഉടമയായിട്ട് കിടക്കുകയാണെങ്കിൽ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ മാറാൻ തയ്യാറാണെങ്കിൽ മാറാൻ പറ്റും, മാറ്റാൻ പറ്റും ഒരാൾക്ക് എന്നുള്ള 100% ഞാൻ 99% അല്ല 100% നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊക്കെ കൊടുക്കുന്ന പ്രാക്ടിക്കൽ സെഷൻസ് അല്ലെങ്കിൽ നമ്മൾ കുറെ ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങൾ കൊടുക്കും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവുന്നു 100% ആണ്, നോ ഡൗട്ട് അതിൽ. കാരണം എന്ത് കാര്യം, ഇപ്പം ഹാബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഉള്ളൊരു ശീലം ഒഴിവാക്കാനും ആവാം, പുതിയ ശീലം ഉണ്ടാക്കാനും ആവാം.
ഹാബിറ്റ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ നെഗറ്റീവ് കാര്യങ്ങളായാലും നമുക്കത് ഒഴിവാക്കാനും ആവാം, അല്ലെങ്കിൽ നമുക്കിപ്പം നോ പറയാൻ അറിയാത്ത ഒരാളെങ്കിൽ അത് നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ട്. ഞാൻ ആരോടും നോ പറയുന്നതിനാണ് പോസിറ്റീവ്. പക്ഷെ അങ്ങനല്ല, നോ പറയാന്ന് പറയുന്നത് നമ്മളൊരു മനുഷ്യൻ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് പോസിറ്റീവ് നെഗറ്റീവ് അതിലുണ്ട്. അപ്പൊ അങ്ങനെ ഏതൊരു കാര്യത്തിനായാലും നമുക്ക് മാറണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് സ്വയം കിട്ടുന്ന നോളജ് വെച്ചിട്ട് യൂട്യൂബിൽ നിന്ന്, ഇപ്പൊ നമ്മളെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എവിടുന്ന് കിട്ടുന്ന നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. അതല്ല എങ്കിൽ ഒരാളുടെ സഹായത്തോട് കൂടിയും തീർച്ചയായിട്ടും മാറ്റാം. അപ്പൊ ഈ പറഞ്ഞ 8 പോയിന്റ് ഉള്ള ഒരു മനുഷ്യനും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അവർക്ക് പിന്നെ ഇല്ല, ലൈഫ് ഇല്ലല്ലോ. 8 പോയിന്റും വരുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ലൈഫേ ഇല്ലല്ലോ. അങ്ങനെയല്ല. ഇപ്പൊ ഏതെങ്കിലും അത് ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചെറുപ്പം മുതൽ വന്ന് അയാളുടെ എക്സ്പീരിയൻസസ്, അയാൾ അനുഭവിച്ചിട്ടുള്ള ചുറ്റും കണ്ടിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് വന്നിട്ടുള്ളതാണ്. അല്ലാതെ ഒരിക്കലും ഒരു കുട്ടി ഇവിടെ ഒരു എന്താ നിഷ്കളങ്കനല്ലാതെ ജനിക്കുന്നില്ല. ഇപ്പൊ നിങ്ങളിപ്പം ഇതിൽ എത്ര 90 ആളുകളുള്ളവരും 90 ആളുകളും ഞാനടക്കം എല്ലാവരും നിഷ്കളങ്കരായിട്ടാണ് ജനിച്ചത്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സിറ്റുവേഷൻസ് ഡിഫറെന്റ് ആണ്. നമ്മളെല്ലാവരുടെയും മാതാപിതാക്കൾ ഡിഫറെന്റ് ആണ്. അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും അവരുടെ മെന്റൽ ബാക്ക്ഗ്രൗണ്ടും അവരുടെ ലൈഫ് സ്റ്റൈലും എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ഡിഫറെന്റ് ആയിട്ട് മാറി. അപ്പൊ പക്ഷെ നമുക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയ കാര്യം എന്താണ്, അത് മാറ്റാൻ നമുക്കിപ്പം അപ്പൊ നമ്മളെ മാതാപിതാക്കളൊന്നും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം അവർക്കുള്ള അറിവായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു ജനറേഷൻ, ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്യൂബ് യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്കും പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ ആയിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് മാറാനുള്ള എല്ലാ സിറ്റുവേഷൻസ് നമുക്ക് ചുറ്റിലും ഉണ്ട്. അപ്പൊ നമുക്ക് മാറാം. അതാണ്. അപ്പൊ നമ്മൾ മാറിയാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും മാറും, എല്ലാ സിറ്റുവേഷനും മാറും. അത് മാത്രം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ട് വിചാരിക്കുക, അപ്പൊ നിങ്ങളാണ് മാറുക. അപ്പൊ നിങ്ങൾക്ക് എത്രയോ പ്രോബ്ലംസ് നിങ്ങളുടെ ഹസ്ബൻഡിൽ കാണിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വൈഫിൽ കാണിക്കാൻ പറ്റുന്നു എന്നുണ്ടെങ്കിലും, അല്ലെ നിങ്ങളെ അമ്മായിയമ്മയിൽ കാണിക്കാൻ പറ്റുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും, പക്ഷെ ഞാനൊന്ന് മാറിയാൽ കുറേ മാറ്റങ്ങൾ വരും. ഞാൻ മാറുക എന്നുള്ള ആദ്യം തീരുമാനിക്കും ഏതൊരു കാര്യത്തിലായാലും. അത്രേ ഉള്ളൂ. അതൊക്കെയാണ് സാർ. അപ്പൊ നമ്മള് രണ്ട് മൈൻഡ് സെറ്റ് ഉള്ള ആൾ, അതായത് ഇപ്പം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളും മറ്റേ മൈൻഡ് സെറ്റ് ഉള്ള ആളും പാർട്ട്നേഴ്സ് ആണെങ്കിലും. അതെ, അത് ഞാൻ പറഞ്ഞേ, ഞാൻ എന്ന് പറയുന്ന ആൾക്ക് മാറ്റാം അല്ലെ. അത് നമുക്ക് കൃത്യമായിട്ട് പ്ലാനിങ്, കൃത്യമായി നമ്മളൊരു കാര്യം എങ്ങനെ സംസാരിക്കണം, ഹൗ ടു ടോക്ക് എന്ന് പറയുന്ന സംഭവം തന്നെ ഉണ്ട്. പ്രാക്ടീസ് ചെയ്യേണ്ട സംഭവമാണ് അത്. ഹൗ ടു ടോക്ക്, നമുക്ക് ഒരാളോട് എങ്ങനെ നന്നായി സംസാരിക്കാം എന്നുള്ളത്. ഏതൊരു കാര്യം, നിങ്ങൾക്ക് വലിയൊരു ഇഷ്യൂ ആണ് നിങ്ങളുടെ ഹസ്ബൻഡിനോട് സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കാം. അത് നിങ്ങൾക്ക് മനോഹരമായിട്ട് സംസാരിക്കാൻ പറ്റും. വേ ഓഫ് ടോക്കിംഗ് അല്ലെ. നമുക്ക് ഏതൊരു കാര്യം ഏതൊരു മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റും. പക്ഷെ വേ ഓഫ് ടോക്കിംഗ് മാറ്റിയാൽ മാത്രം മതി. അപ്പൊ അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഫിക്സഡ് മൈൻഡ് സെറ്റ്, ഇപ്പൊ നിങ്ങൾ അത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ ഒന്നുകൂടെ വില, ഇപ്പൊ നമ്മളൊരു ക്ലാസ് കേൾക്കുകയാണ്, അല്ലെ ഒരു പ്രസംഗം കേൾക്കുന്നു. ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്തായിരിക്കുന്നു, ഇത് അയാൾ കേൾക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ അവള് കേൾക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ എന്റെ അമ്മായിമ്മ കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നമ്മൾ അല്ലെ മക്കൾ കേൾക്കേണ്ട, നമ്മളിങ്ങനെ ചിന്തിക്കും. പക്ഷെ നമ്മൾ കേൾക്കേണ്ട പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ അവരിലേക്ക് അപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് എനിക്കുള്ളത് കുറെ തന്നിട്ടുണ്ട്, ഞാൻ അത് ചെയ്യട്ടെ, എനിക്ക് എന്റെ മാറ്റങ്ങൾ ഉണ്ടല്ലോ, എന്റെ ഫിക്സ്ഡ് ഏരിയ അല്ലേ, അപ്പൊ ഞാൻ അത് മാറ്റട്ടെ, ക്രമേണ കൂടുതൽ ആളെ മാറ്റാം. അങ്ങനെ ശ്രമിക്കാവൂ. അപ്പൊ അയാളെ മാറ്റാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ഒരിക്കലും. ഒരാളെയും മാറ്റാൻ വേണ്ടിയല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ മാറിയിട്ട് അയാളെ മാറ്റിക്കൊണ്ടുവരാം. മാറ്റാൻ പറ്റും 100%. എത്ര മുരടൻ സ്വഭാവമാന്ന് പറഞ്ഞാലും, എത്ര മോശം സ്വഭാവമാന്ന് പറഞ്ഞാലും സ്നേഹത്തിന് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം കൃത്യമായിട്ട് അവരിൽ എത്തണം. അവരാഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ സ്നേഹം. അല്ല, നമ്മൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഞാൻ അത്രയും സ്നേഹിച്ചിട്ടും എനിക്ക് കിട്ടുന്നത് ഇതാണ്, ഞാൻ അത്രയും. അപ്പൊ നമ്മളിങ്ങനെ ഡീറ്റെയിലുകൾ ഓരോന്ന് ചോദിച്ചു പോകുമ്പോഴാണ് എല്ലാവരും പറയാ, അതങ്ങനെ ഉണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഇതന്നെയാണ് പ്രശ്നം. അപ്പൊ നമ്മളാണ് പ്രശ്നം. അപ്പൊ നമുക്ക് മാറാം. ഞാൻ പറഞ്ഞതാ, നമുക്കാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്, നമുക്കാണ് നോളജ് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ മാറുക, കൂടെ എല്ലാം മാറിപ്പോകും. 100% കേട്ടോ ഞാൻ പറയുന്നത്, ഡൗട്ട് ഒന്നും വേണ്ട. താങ്ക് യു സർ. 100%. ഓക്കെ, സാർ, അപ്പൊ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. എന്റെ സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഗ്രോത്ത് മൈൻഡും സെറ്റ് മൈൻഡും ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് വെച്ചാൽ വളരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. എന്നാൽ നമ്മൾ ചില കാര്യങ്ങളിൽ ഇച്ചിരി വീഴ്ചയുണ്ട്. ചില കാര്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ചെയ്താലും നമുക്കത് ഫ്ലോപ്പ് ആയി പോകണം. ഉദാഹരണത്തിന്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ഒരാളോട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് എത്ര ശ്രമിച്ചിട്ടും അത് നമുക്ക് പറ്റണില്ല. ക്ലാസ്സുകളായിട്ടും യൂട്യൂബിലൊക്കെ നോക്കിയാണെങ്കിലും ഒക്കെ കേൾക്കും. പക്ഷെ അത് കുറച്ചു നേരത്തേക്ക് നമ്മുടെ മൈൻഡിലേക്ക് നിൽക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഞാൻ വേറൊരു ക്ലാസ്സിന് ചേർന്ന് നോക്കി. അതൊരു ഖുറാന്റെ ക്ലാസ് ആണ്. പക്ഷെ അത് നമ്മുടെ മൈൻഡിലേക്ക് കറക്റ്റ്
ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് എനിക്ക് എന്ത് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് അങ്ങോട്ട് മനപ്പാട ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതെന്തായിരിക്കും? വിശ്വാസം ഒന്ന്. ഇപ്പൊ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഖുർആൻ പഠിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല. രണ്ടും രണ്ട് ലാംഗ്വേജ് ആണ്. ഖുർആൻ ആയാലും അറബിക്കാണ്, മറ്റേതായാലും ഇംഗ്ലീഷ് ആണ്. രണ്ടും രണ്ട് ലാംഗ്വേജ് ആണ്. പക്ഷെ നമ്മളൊരു ബിലീഫ് സിസ്റ്റം, നേരത്തെ പറഞ്ഞ സിസ്റ്റം, അതായത് എനിക്ക് കഴിയില്ല എന്നൊരു തോന്നൽ വന്നിട്ടുണ്ട്. ഞാൻ കുറെ ശ്രമിച്ചു, പറ്റുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലാസ് കൗൺസിലിംഗ് വരുന്നവരൊക്കെ പലരും ഞാൻ ശ്രമിച്ചു എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ ഈ ശ്രമം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇംഗ്ലീഷാണ് നിങ്ങൾ ഫ്ലുവന്റ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നിങ്ങൾ എവിടെ നോക്കുകയാണെങ്കിലും ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യുക. എല്ലാ വീഡിയോസും കാണരുത് ഒരിക്കലും. ഒരാളെ നിങ്ങൾ മെന്ററായിട്ട് എടുക്കുക, അയാളെ വീഡിയോസ് കാണുക, അയാളത് മാത്രം ഫോക്കസ് ചെയ്യുക. ഒന്ന് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം, അയാൾ പറയുന്ന പ്രാക്ടീസുകൾ കൃത്യമായിട്ട് ചെയ്യാം. എല്ലാവരെയും ഫോളോ ചെയ്ത് ആദ്യമേ പറയുന്നു, എല്ലാവരെയും ഫോളോ ചെയ്യാൻ ആരെങ്കിലും ഒരുപാട് പേരെ നിങ്ങൾ ഫോളോ ആക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾക്ക് സൂട്ടബിൾ ആണെന്ന് തോന്നുന്ന ഒരാൾ മാത്രം ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ ക്ലാസ്സിന് പോവുകയാണെങ്കിലും ഒരുപാട് ക്ലാസ് ഉണ്ട്. അപ്പൊ എല്ലാ ക്ലാസ്സുകളും എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന തോന്നുന്നിടത്ത് മാത്രം പോവാം. പിന്നെ കുഞ്ഞു കുഞ്ഞു ബുക്കുകളൊക്കെ വായിക്കാന്നൊക്കെ ഉള്ളത്. അപ്പൊ നിങ്ങളിപ്പോൾ ഖുർആൻ വായിക്കാൻ എടുക്കുന്ന ഒരു ശ്രമം ടൈമും ഉണ്ടാവും. ഖുർആനൊക്കെ നിർബന്ധമായിട്ട് ഓതും, കാരണം നിങ്ങളൊരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് എന്തായാലും ഖുർആൻ ഓതുമല്ലോ. അപ്പം അത് നമുക്ക് വേണം എന്നുള്ള രീതിയിൽ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇംഗ്ലീഷ് നിങ്ങൾക്ക് അത്ര പ്രാധാന്യം ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു പഠിക്കണം എന്നുള്ളത്. ഖുർആൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ ചെറുപ്പം മുതലേ വീട്ടുകാരായാലും ഉസ്താദായാലും ഒക്കെ ഖുർആൻ എന്ന് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഞാൻ ഖുർആൻ സാധാരണ ഇതിലല്ല ഓതുന്നത്. ഞാനിപ്പോ തജ്വീദ് നിയമം അനുസരിച്ചിട്ട് 3 മാസത്തെ കോഴ്സ് എടുത്തുകൊണ്ട് അതിന്റെ ഓരോ നിയമങ്ങൾ വശം വെച്ചെന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാത്തതിന്റെ വിഷമം ഉള്ളത് കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി അതിന്റെ പുറകില് ഞാൻ ഫീസ് കൊടുത്തിട്ട് ചേർന്ന് നോക്കി. പക്ഷെ അത് നമ്മുടെ മനസ്സിലേക്ക് മൈൻഡിലേക്ക് പെട്ടെന്ന് കിട്ടുന്നു. ഇത് എനിക്ക് ക്ലാസ്സിൽ കയറിയിട്ടും അത് മൈൻഡിലേക്ക് വരുന്നില്ല. ഓക്കെ ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഖുർആൻ പഠിക്കുന്ന അർത്ഥമൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? അറബിക്ക് അർത്ഥമൊക്കെ? ഓക്കെ, നാളെ മുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നിങ്ങൾ ഖുർആനിൽ ഒരായത്തെടുക്കുക, അതിന്റെ അർത്ഥം മലയാളത്തിൽ പഠിക്കാം, അതിന്റെ ഇംഗ്ലീഷ് പഠിക്കാം. അത് മാത്രം ചെയ്യാം. അത് കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യും. ഈ മലയാളത്തിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോടെ വായിക്കാം. ഇത് മാത്രം, വേറെ കംപ്ലീറ്റ് ഒഴിവാക്കി, എല്ലാ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, എനിക്ക് പറ്റുന്നില്ല എന്നുള്ള കാര്യം ഒക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഖുർആൻ വായിക്കുക മാത്രം എപ്പോഴും ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇന്നൊരു ആയത്ത് പഠിക്കുന്നു, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു, ആ അർത്ഥം ഇംഗ്ലീഷിലും മനസ്സിലാക്കുന്നു. ഇത് മാത്രം ഒരു 90 ഡേയ്സ് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. 2 നേരം പറ്റുമെങ്കിൽ 2 നേരം പ്രാക്ടീസ് ചെയ്യാം. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം വ്യത്യാസം ഉണ്ട് നോക്കി. സാറിന്റെ വീഡിയോയുടെ ലിങ്ക് കിട്ടാൻ എന്താ ഒരു വഴി? ഫായിസ് ലക്കി ടോക്സ് എന്നാണ് പേജിന്റെ പേര്, ഇൻസ്റ്റഗ്രാം പേജിന്റെ പേര് ഫായിസ് ലക്കി ടോക്സ് എന്നാണ്. ഇപ്പൊ അവര് പേജിൽ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് നോക്കാം. എന്താ പറയാ, ആദ്യം ഇത് നടക്കില്ല, ഞാൻ പറഞ്ഞ കുറെ ശ്രമിച്ചു, അപ്പൊ ഒരു പരീക്ഷണാർത്ഥമാണ് ഖുർആൻ എടുത്തെന്നല്ല. ഖുർആൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം മുതലേ നിങ്ങളെ മനസ്സിലുണ്ട്, തജ്വീദോട് കൂടി പഠിക്കുന്നു ഇപ്പൊ. ഓക്കെ, പക്ഷെ ഖുർആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ചെറുപ്പം മുതലേ കേൾക്കുന്നില്ലേ? അത് കേൾക്കുന്നുണ്ട്, എന്നാലും മനപ്പാടല്ലായിരുന്നു. അല്ല, മനപ്പാടല്ല, പക്ഷെ നമ്മൾ കേട്ടോണ്ടിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഏതും പഠിക്കാൻ പറ്റും, ഏത് ലാംഗ്വേജും പഠിക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ. ഓക്കെ, ഈ കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്തു കേട്ടോ. ഓക്കെ സർ. ഇനി ആരെങ്കിലും എന്താ ചോദിക്കണ്ടോ? സർ, എക്സ്ക്യൂസ് മീ സർ, ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് മാം. സർ, ഞാനിപ്പോ ബികോമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 27 years ആയി. പക്ഷെ ഞാൻ വീട്ടുകാരോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, അവരൊന്നും പറയോ. ഹസ്ബൻഡിനെ അറിയാം, പക്ഷെ ഹസ്ബൻഡിന്റെ വീട്ടുകാരോട് എനിക്ക് ഭയങ്കര പറയാൻ പേടിയാണ്. പക്ഷെ ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് പറഞ്ഞിട്ട് ചെയ്യണോ, പറയാതെ ചെയ്യണോ? വീട്ടുകാർ പഠനത്തിനെതിരെ നിൽക്കുന്നവരാണോ? ഒരു കളിയാക്കോന്നുള്ളൊരു ഭയമാണ് സർ. ഇത്ര ഏജ് ആയില്ലേ? കളിയാക്കുന്ന ഞാൻ നിർത്താം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ പഠിക്കുന്നതിന് അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണോ? ഇല്ല സർ, വലിയ സപ്പോർട്ട് ഇല്ല. എന്നെ സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇത്ര ഏജ് ആയി ഇപ്പം പിള്ളേരൊക്കെ ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യും? ഹസ്ബൻഡ് പ്രശ്നമില്ല. അതല്ല ഏറ്റവും വലിയ സപ്പോർട്ട് വേണ്ട നമുക്ക്. അത് കിട്ടിയൊക്കെയാണല്ലേ, അതല്ലേ ഭാഗ്യം. പിന്നെ ബാക്കി എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്ന് പറയണം നടക്കൂല. പിന്നെ അവരെ നമ്മളെ വേ ഓഫ് ടോക്കിംഗ്, നേരത്തെ അവരോട് പറഞ്ഞ വേ ഓഫ് ടോക്കിംഗ് ആണ്.
അപ്പൊ നിങ്ങൾ അത് എങ്ങനെ അവതരിപ്പിക്കും? അവര് കളിയാക്കോ? ഞാൻ ഇപ്പൊ പറഞ്ഞു ഇത്രയും ഫിക്സഡ് മൈൻഡ് സെറ്റിൽ ഞങ്ങൾ കിടക്കുന്ന ആ ഒരു കാര്യത്തില് അവര് കളിയാക്കോ? കളിയാക്കിക്കോട്ടെ, ഒരിക്കലല്ലേ കളിയാക്കൂ. ഒരിക്കലോ 2 തവണ കൂടുതൽ കളിയാക്കൽ കേട്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അത് കേട്ട് കഴിഞ്ഞില്ലേ, പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. ഈ ടെൻഷൻ പേറി നടക്കണോ നമ്മള്? നിങ്ങൾ അവതരിപ്പിക്കുക, ഭംഗിയിൽ അവതരിപ്പിക്കും. ഞാൻ പഠിക്കുന്നുണ്ട്, പഠിക്കുന്നതിന്റെ ഉദ്ദേശത്താണ് അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പൊ ഞാൻ പഠിക്കാൻ പോകും എന്ന് പറയല്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ ഇതും കൂടെ പഠിക്കുന്നുണ്ട്, ഇത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ബെനിഫിറ്റ്സ് ഉണ്ട്, അപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കാം. പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കാം. ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു കാര്യം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ കളിയാക്കും, കുറ്റപ്പെടുത്തും, വയസ്സാം കാലത്താണ് പോകുന്നതെന്ന് ചോദിക്കും. ഇങ്ങനെയൊക്കെ 27 വയസ്സാണ് വലിയ പ്രായമൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്കാണ് പ്രായം തോന്നുന്നത് 27 ആയല്ലോ എന്നുള്ളത്. അപ്പോ അതൊന്നും മൈൻഡ് ചെയ്യാണ്. നിങ്ങൾ ഭംഗിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. 1-2 തവണ കളിയാക്കും, പിന്നെ അത് സ്റ്റോപ്പ് ആയിക്കോളും. ആ കളിയാക്കൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളും ഫ്രീ ആയില്ലേ, പിന്നെ നിങ്ങൾക്ക് കളിയാക്കൽ കഴിഞ്ഞില്ലേ. അവതരിപ്പിക്കും. ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. എല്ലാം കഴിഞ്ഞല്ലോ. സർ ഇപ്പോ ഒരു ഒരാൾ പറഞ്ഞില്ലേ, അതേ അവസ്ഥയായിരുന്നു. ഞാൻ +2 പോവാന്ന് പറയുമ്പോ എല്ലാരും എന്നെ കളിയാക്കി കൊണ്ട് നിൽക്കുന്നു. അത് അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, ഇങ്ങനെ എല്ലാരും പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ പറഞ്ഞു, ഈ അത് കാര്യാക്കണ്ട, ഒരു പറയണോലൊക്കെ പറഞ്ഞോട്ടെ, വിഷയമില്ല. ഇപ്പൊ ഞാൻ +2 ചേർന്ന് ഇതുവരെ ഒരിക്കൊന്നും അറിയില്ലായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ +2 എന്നോട് ചോദിച്ചാൽ എന്താ ഈ വരാത്ത, വീട്ടിക്ക് വരാത്ത, അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, എന്താ വീട്ടിക്ക് വരാത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു ക്ലാസ് ഉണ്ട്, ഇങ്ങനെ +2 പോകുന്നുണ്ട്. അപ്പൊ ഒരാണ് പോണുണ്ടോ, ഈ അല്ലേ പോണില്ല എന്നൊക്കെ പറഞ്ഞത്. അല്ലെ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ എന്നെ കളിയാക്കിയ കാരണം കൊണ്ടല്ലേ ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് തമാശക്ക് പറഞ്ഞതല്ലായിരുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഓരോട് പറയാണ്ട് ചേർന്നപ്പോ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ ഒരു വിചാരിച്ച എന്താന്ന് വെച്ചാല്, ക്ലാസ്സിൽ പോണ ടൈമിൽ എനിക്കിപ്പോ ഇവിടെ അങ്ങനെ ഉമ്മാക്ക് വയ്യ, 78 വയസ്സായി, ഇക്ക ഇവിടെ ഇല്ല, പിന്നെ ഞാനും കുട്ടികളാണ്. അപ്പൊ ഞാൻ ക്ലാസ്സിന് പോവണ ടൈമില് കുട്ടികളെ നോക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഡൗട്ടാണോന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഓൺലൈൻ ആണെന്ന് പറഞ്ഞപ്പോ അവർക്കും തന്നെ വലിയ വിഷയമല്ല, സമാധാനായി. ഈ ഒരു അവസ്ഥ ആണ് ഞാന് താത്ത പറഞ്ഞപ്പോ എനിക്ക് എന്റെ ഒരു ഇത് എന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചത്. അതെ, ഇങ്ങനെ ഒരു ഇത്താത്ത ഉണ്ടായിരുന്നു. അവരെ മക്കളെ കല്യാണം വരെ കഴിഞ്ഞ ഇത്താത്തയാണ്. പക്ഷെ അവരെന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്ക് പഠിക്കാൻ പണ്ട് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ 10ാം ക്ലാസ് ആകുമ്പോൾ പിടിച്ച് കെട്ടിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ അവരെ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഗൾഫിലാണ്, അവരും ഹസ്ബൻഡ് മാത്രമാണ് വീട്ടില്. അപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യോ? ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടാണ്. നിങ്ങൾ പഠിക്കുകയായിരുന്നു, 10th എഴുതി, +2 എഴുതി, ഇപ്പൊ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് എന്ത് കാര്യം, അവർ ജോലിക്കൊന്നും അല്ല, പക്ഷെ അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു പെയിൻ ആണത്. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു പെയിൻ, അത് അവർ കഴിഞ്ഞു. അങ്ങനെ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാളെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ ഒന്നും അല്ല എങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും ഒപ്പം നമ്മൾ പോകണം. മറ്റുള്ള ആൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലല്ലേ അതിന്റെ പ്രയാസമുള്ളൂ. മറ്റുള്ള ആളെ ഉപദ്രവിക്കാനാണ്, കഷ്ടപ്പെടുത്താനാണ് നമ്മളെ ചെയ്യുന്നുണ്ടെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അല്ലാത്ത പ്രശ്നത്തോളം അതൊന്നും പ്രശ്നം, നമ്മുടെ ആഗ്രഹത്തിനൊപ്പം തന്നെ പോകണം. സർ, ഇവിടെ പഠിക്കുന്നതില് ഭൂരിഭാഗം ആളുകളും ഒരു എബോവ് 40 ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട്. പിന്നെ 60-70 വരെയുള്ള ആളുകൾ വരെ പഠിക്കുന്നുണ്ട്. അവരെല്ലാം അവരിൽ നിന്ന് മോട്ടിവേഷൻ കിട്ടിയിട്ട് ഒരുപാട് ആളുകൾ വരുന്നു. സാർ, ഞാൻ ചോദിക്കാൻ വരുന്നത് ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആ വ്യക്തി പ്രവാസിയാണ്. അദ്ദേഹം ഒരു ഇവന്റ് നടക്കുകയാണ്. ഇവന്റ് നടക്കുന്ന സമയത്ത് അന്നത്തെ ഫുഡിന്റെ വിഷയം അദ്ദേഹം ഏറ്റെടുത്തു. കൂട്ടുകാരോട് ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന് രാത്രി നാട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ഫംഗ്ഷനിൽ സാധാരണ 8 മണി 9 മണിയാകുമ്പോൾ ഫുഡ് കൊടുക്കും. ഈ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞിട്ട് 11 മണിക്ക് ഇയാൾക്ക് ഫ്ലൈറ്റ് ആണ്. ഒരു 9-10 മണിയാകുമ്പോഴത്തേനും അവിടുന്ന് ഇറങ്ങണം എന്നുള്ള രൂപത്തിലാണ്. ആ ഏറ്റെടുത്തത് ഏത് രൂപത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ആണെന്ന് പറയാൻ പറ്റും സർ? അതായത് അയാൾ ഗൾഫിലാണുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ലാസ്റ്റ് അദ്ദേഹത്തോട് ചോദിച്ചു, എല്ലാ കൂട്ടുകാരാ, നിങ്ങൾ ഇങ്ങനെ ഇത്രയും പ്രയാസപ്പെട്ട ഒരു അവസ്ഥയിൽ ഞങ്ങൾക്കാണെങ്കിൽ കഴിയില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഏറ്റെടുത്തത്?
അപ്പൊ അയാൾ പറഞ്ഞു എനിക്കത് കഴിയും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തു എന്നുള്ളത് അയാൾ പറയുകയും ചെയ്ത്. ഈ പിന്നെ മൈൻഡ് സെറ്റിനെ എങ്ങനെയാണ് വിളിക്കാൻ പറ്റുന്നത്? എന്താണത് സാർക്ക് തോന്നുന്നത്? 100% ഗ്രോത്ത് മൈൻഡ് സെറ്റ്, 100% ഗ്രോത്ത് മൈൻഡ് സെറ്റ്. കാരണം എന്താണെന്ന് വെച്ചാല് അയാൾ ഡെഡിക്കേറ്റഡ് അല്ലേ? കാരണം അയാൾ ഗൾഫിൽ കിടക്കുന്നു അല്ലെ? അയാൾ ഫുഡ് സ്പോൺസർ ചെയ്താണോ അല്ലെ ഉണ്ടാക്കുന്നതാണോ? എന്താ സംഭവം? അല്ലല്ല, അയാള് സ്പോൺസറും അല്ല, ഉണ്ടാക്കുന്ന ആളുമല്ല. പക്ഷെ ഞാൻ അതിന് മേൽനോട്ടം വഹിക്കാം, കാരണം ആളുകൾ അറേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ചെയ്തുകൊണ്ട് എന്ന് ഏറ്റെടുക്കുകയാണ്. വേറെ ആരും ഏറ്റെടുക്കാനില്ല. അത് ഏറ്റെടുത്ത് അയാൾ അതിന് കല്യാണത്തിന് അതിനായിട്ട് വരുന്നു, അത് കഴിഞ്ഞിട്ട് അയാൾ തന്നെ തിരിച്ചു പോകുന്നു. അയാൾ പറയാണ് ഞാന് കൂട്ടുകാരൻ ഞാൻ പോവാണ് കേട്ടോ, ഇന്ന് എനിക്ക് ഫ്ലൈറ്റ് ആണ്, ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ വന്നിരിക്കുന്ന കൂട്ടുകാരനെ കൊണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോഴാണ് അവരെ അറിയുന്നത് നാട്ടിലേക്ക് പോവാണെന്നുള്ളത്. 100% ഗ്രോത്ത് മൈൻഡ് സെറ്റ് തീർച്ചയായിട്ടും. കാരണം ഭയങ്കരമല്ലേ? കാരണം അത്രയും വിദേശത്തേക്ക് ഞാൻ അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ എന്നല്ലല്ലോ അയാൾ കരുതിയത്. അയാൾ വന്നല്ലോ, അയാൾ വന്നത് ചെയ്തിട്ട് പോയതല്ലേ, വലിയ കാര്യല്ലേ? ഈ ചെയ്ത ആളാരെങ്കിൽ തന്നെയാണോ? അതൊന്നും ഞാൻ പറയില്ല. ആളിതിലുണ്ടോ? ക്ലാസ്സിലുണ്ടോ? ഓക്കെ. ആളെ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അത്ര എഫേർട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ശരിക്കും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. കാരണം അയാൾക്ക് ഒരു കാര്യമില്ല, അയാൾക്ക് അവിടെ നിന്നാൽ മതി. ഗൾഫിൽ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയല്ലേ? 2018 തോന്നുന്ന സംഭവം നടന്നിട്ടുള്ളത്. 2018 നമ്മളെ പ്രളയ സമയത്ത് അല്ലേ? പ്രളയത്തിന് മുമ്പ്. ഓക്കെ. അത് ഡൗട്ടില്ല, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. അയാൾ വളർന്നോളും. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? അതല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യണം? ഓക്കെ സാർ, വൈൻഡപ്പ് ചെയ്യാന്നാല് ഏകദേശം കഴിഞ്ഞു തോന്നുന്നുണ്ട്. LTS-ന്റെ 212ാമത്തെ സൺഡേ സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഇന്നിവിടെ സമാപിക്കുന്നത്. ഇത്രയും സമയം നമുക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ സന്നദ്ധ അറിയിച്ച് നമ്മോട് കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ച പ്രിയപ്പെട്ട ഫായിസ്, ബിസിനസ് ആൻഡ് ലൈഫ് ഡിസൈനറാണ് കോഴിക്കോട്. സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പരിപാടി സംഘടിപ്പിച്ച ബികോം സെക്കൻഡ് ഇയർ ടീമിലെ എല്ലാ കൂട്ടുകാർക്കും, കോർഡിനേറ്റർ ഫാത്തിമ റസീന മാമിനും മറ്റു എല്ലാ കോർഡിനേറ്റേഴ്സിനും, അതുപോലെ ഡയറക്ടേഴ്സ് ഇർഫാസ് സാർ, ഷെറിൻ സാറ്, അബ്ദു സാർ എന്നിവർക്കും, കൂടാതെ വെൽക്കം സ്പീച്ച് ചെയ്ത പ്രിയ കൂട്ടുകാരി ഫായിസക്കും, അതുപോലെ എന്റെ ശബ്ദം ശ്രവിച്ച എല്ലാ കൂട്ടുകാർക്കും ഒറ്റ വാക്കിൽ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു ആൾ. സാർ നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ, നല്ല ഹെൽപ്ഫുൾ ആയ ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നല്ല ക്ലാസ്. താങ്ക് യു. നല്ല ക്ലാസ്. എല്ലാവരും കീപ് ഇൻ ടച്ച്.